श्रीचैतन्य स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ചയിൽ എല്ലാവരുടെയും സ്വാഗതം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം. അനുവാദം താല്പര്യമെല്ലാം വായിച്ച് വിൽ ഡിസ്കസ് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകമാണ് ശ്രീമദ് ഭാഗവതം ആദ്യത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകമാണ്. अस्यानुभावं भगवान् वेदगुह्यतमं शिव देवर्षिर्नारद साक्षात् भगवान् कपिलो नृप। अस्यानुभावं भगवान् वेदगुह्यतमं शिव देवर्षिर्नारद साक्षात् भगवान् कपिलो नृप। अस्यानुभावं भगवान् वेदगुह्यतमं शिव देवर्षि नारद साक्षात् ഭഗവാൻ കപിലോ നൃപ. അപ്പൊ ആരെങ്കിലും ശ്ലോകം വായിക്കാം താല്പര്യമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ ദേവർഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ ശ്ലോകം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവശ്രീർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരാളും കൂടി നമുക്ക് റെസിറ്റേഷൻ എടുക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. വണ്ടർഫുൾ വണ്ടർഫുൾ. മാതാജി ഇതിന്റെ ട്രാൻസ്ലേഷനും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ്. ഹേ രാജാവേ, ശിവൻ, ദേവർഷി നാരദൻ, ഭഗവത് അവതാരമായ കപിലൻ എന്നിവരെല്ലാം അതീവ രഹസ്യമായ ഭഗവത് മഹാത്മ്യങ്ങൾ നേരിട്ടറിയാവുന്നവരാണ്. ഭാവാർത്ഥം: ഭഗവാന്റെ ശുദ്ധഭക്തരെല്ലാം തന്നെ ബുധ അഥവാ വ്യത്യസ്ത അതീന്ദ്രിയ പ്രേമയുധ സേവനങ്ങളിൽ ഭഗവത് മഹാത്മ്യങ്ങൾ അറിയുന്ന വ്യക്തികളാണ്. ഭഗവാന്റെ പൂർണ്ണരൂപത്തിന്റെ അസംഖ്യം വിസ്തരണങ്ങൾ ഉള്ളതുപോലെ വ്യത്യസ്തങ്ങളായ രസങ്ങളിലൂടെ അന്യോന്യ സേവന വിനിമയ നിരതരായ അസംഖ്യം പരിശുദ്ധ ഭഗവത് ഭക്തരുമുണ്ട്. സാമാന്യേന ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, കുമാരന്മാർ, കപിലൻ, മനു, പ്രഹ്ലാദൻ, ഭീഷ്മർ, ജനകൻ, സുഖദേവ ഗോസ്വാമി, മഹാരാജാവ് ബലി, യമരാജൻ എന്നീ 12 ഭഗവത് ഭക്തരുണ്ട്. ഭീഷ്മദേവൻ അവരിൽ ഒരുവനെങ്കിലും ഭഗവത് മഹാത്മ്യങ്ങൾ അറിയുന്ന 12 പേരിൽ പ്രധാനികളായ 3 പേരെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ആധുനിക യുഗത്തിലെ മഹാന്മാരായ ആചാര്യന്മാരിൽ ഒരാളായ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ടാഗോർ വിശദീകരിക്കുന്നത് എന്തെന്നാൽ, അനുഭാവ അഥവാ ഭഗവത് മഹാത്മ്യങ്ങൾ എന്നത് വിറയ്ക്കുക, അശ്രുധാരയുണ്ടാവുക, രോമാഞ്ചം കൊള്ളുക തുടങ്ങിയ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന ഹർഷോന്മാദ നിലയിലുള്ള ഭക്തനാൽ ആദ്യമായി അംഗീകരിക്കപ്പെടുന്നു. ഭഗവത് മഹാത്മ്യങ്ങൾ തുടർന്ന് സ്ഥിരമായി മനസ്സിലാക്കുമ്പോൾ ഇവ കൂടുതൽ വർദ്ധിക്കുന്നു. അത്തരം വ്യത്യസ്ത ഭാവങ്ങൾ യശോദയും ഭഗവാനെ കയറുകളാൽ ബന്ധിക്കുമ്പോൾ
തമ്മിലും യശോദയും ഭഗവാനും തമ്മിലും അർജുനനുമായുള്ള സ്നേഹവിനിമയത്തിൽ ഭഗവാൻ തേരോടിക്കുമ്പോഴും കൈമാറപ്പെടുന്നു. തന്റെ ഭക്തസമക്ഷം സേവകനെ പോലെ പ്രവർത്തിച്ച് ഭഗവാൻ തന്റെ മഹാത്മ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇതും ഭഗവത് മഹാത്മ്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അതീന്ദ്രിയാവസ്ഥയിൽ ആയിരുന്നിട്ടും സുഖദേവ ഗോസ്വാമിയും കുമാരന്മാരും മറ്റൊരു ഭാവ സവിശേഷതകളാൽ പരിവർത്തനം ചെയ്യപ്പെടുകയും അവണ്ണം ശുദ്ധ ഭഗവത് ഭക്തരായി തീരുകയും ചെയ്തു. ഭക്തരിൽ ഭഗവാനാൽ ചുമത്തപ്പെടുന്ന ക്ലേശങ്ങൾ ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള മറ്റൊരു അതീന്ദ്രിയ ഭാവ വിനിമയമാകുന്നു. ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ എന്റെ ഭക്തനെ ക്ലേശങ്ങളിൽ അകപ്പെടുത്തുന്നു. അപ്രകാരം ഞാനുമായുള്ള അതീന്ദ്രിയ ഭാവവിനിമയത്തിൽ ഭക്തൻ അധികം പരിശുദ്ധനായി തീരുന്നു. ഭക്തനെ ഭൗതിക വിഷമതകളിൽ അകപ്പെടുത്തുകയെന്നാൽ മായികമായ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുകയെന്ന അർത്ഥമാകുന്നു. ഭൗതിക ബന്ധങ്ങൾ പ്രധാനമായും ഭൗതിക വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ഭൗതിക ആസ്വാദനത്തിന്റെ പരസ്പര വിനിമയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. ആകയാൽ ഭൗതിക വിഭവങ്ങൾ ഭഗവാനാൽ പിൻവലിക്കപ്പെടുമ്പോൾ ഭക്തൻ 100% ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമ ഭക്തിയുത സേവനത്തിൽ ആകർഷിതനായി തീരുന്നു. അപ്രകാരം ഭഗവാൻ പതിതാത്മാവിനെ ഭൗതികാസ്തിത്വത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും കവർന്നെടുക്കുന്നു. ഭഗവാനാൽ ഭക്തന് സമ്മാനിക്കപ്പെടുന്ന ക്ലേശങ്ങൾ ദുർവൃത്തമായ കർമ്മങ്ങളുടെ ഫലമായ ക്ലേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മുകളിൽ പ്രസ്താവിച്ച പോലെ ഭീഷ്മർ, ശിവൻ, നാരദൻ, കപിലൻ, കുമാരൻ, ബ്രഹ്മദേവൻ തുടങ്ങിയ ശ്രേഷ്ഠരായ മഹാജനങ്ങൾക്ക് ഈ ഭഗവത് മഹാത്മ്യങ്ങളൊക്കെ പ്രത്യേകിച്ചും അറിവുള്ളതാണ്. അവരുടെ അനുഗ്രഹത്താൽ ഒരുവനെ ഇവയൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച്. ഒരു സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. എല്ലാവരെയും കുറച്ച് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കണ്ട് സംസാരിക്കാൻ എനിക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹനം ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ പേര് മാത്രം കാണുമ്പോൾ എനിക്ക് അറിയില്ല ഞാൻ ആരോടാ സംസാരിക്കണത്. എന്നെ നോക്കി ഞാൻ എന്നോട് തന്നെ സംസാരിക്കണ ഒരു തോന്നലാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു ചെറിയ റിക്വസ്റ്റ്, ഒരു അപേക്ഷയാണ്. വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ എനിക്ക് ഒരു സപ്പോർട്ടായിരിക്കും. നിങ്ങളെല്ലാവരും നോക്കണ്ടല്ലോ, ഒരു സ്നേഹം തോന്നും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സൗഭാഗ്യത്തിനും നിങ്ങളെല്ലാവരും വന്ന് എനിക്ക് പ്രോത്സാഹനം തരുന്നതിനും എല്ലാ പ്രാവശ്യം പറയണ പോലെ എൻ്റെ ഹൃദയം നിറഞ്ഞ ശരിക്കും മനസ്സുകൊണ്ടാണ് പറയണത്. എൻ്റെ വളരെയധികം നന്ദിയാണ് എല്ലാവർക്കും. വന്ന് കേട്ടിരിക്കാൻ നിങ്ങളെല്ലാവരും താല്പര്യം കാണിക്കുന്നത് വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടിയത്. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും എൻ്റെ ദണ്ഡവത് പ്രണാമം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അപ്പോൾ നമ്മൾ വില്വമംഗല ഠാക്കൂർ പറയും കൃഷ്ണ കരുണാമൃതത്തില്, ഭഗവാന്റെ ഒരു തുള്ളി കരുണ ഉണ്ടെങ്കിൽ എൻ്റെ നാവിന്മേൽ സ്പർശിച്ചാൽ എനിക്ക് ഭഗവാനെ കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ കഴിയും. കാരണം ഭഗവാന്റെ വർണ്ണന വളരെ അധികമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കി നമുക്ക് അതിനെ പ്രകടിപ്പിക്കാനോ ഉള്ള കഴിവ് നമുക്കില്ല. പക്ഷെ ഭഗവാന്റെ ഒരു തുള്ളി കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അതേപോലെ 9ാമത്തെ സ്കന്ധത്തിൽ ധ്രുവ മഹാരാജാവ് പ്രാർത്ഥിക്കുകയാണ്. 5 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ 5 വയസ്സായ കുട്ടിക്ക് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക? അധികം സംസാരിക്കാനോ അല്ല എഴുതാനോ ഒന്നും അറിയില്ല. പക്ഷെ ധ്രുവ മഹാരാജാവ് ഭഗവാനെ വളരെയധികം ഭംഗിയോടും വളരെയധികം നന്നായിട്ട് ഭഗവാനെ വർണ്ണിക്കും. അപ്പോൾ ധ്രുവ മഹാരാജാവ് പറയാണ് ഭഗവാനോട്, ഭഗവാന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഭഗവാനെ കുറിച്ച് വലുതും ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ധ്രുവ മഹാരാജാവ് 4ാമത്തെ സ്കന്ധത്തില്, ഞാൻ തിരുത്തുകയാണ്, 9 അല്ല 4ാമത്തെ സ്കന്ധത്തിലാണ്. ധ്രുവ മഹാരാജാവ് 4ാമത്തെ സ്കന്ധത്തില് പറയാണ്, യോന്ത പ്രവിശ്യ മമ വാചം ഇമം പ്രസൂക്തം. അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ ഒരു ഉറങ്ങണ പോലെയാണ്. പക്ഷെ ഭഗവാന്റെ ശംഖ് വെച്ച് ധ്രുവ മഹാരാജാവിന്റെ ശിരസിൽ തൊട്ടപ്പോ ധ്രുവ മഹാരാജാവിന് എല്ലാ വിദ്യകളും കിട്ടി, എല്ലാ റിയലൈസേഷൻ എന്ന് പറയില്ലേ, അത് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ധ്രുവ മഹാരാജാവിന് പറയാൻ പറ്റിയത്. അപ്പോൾ ധ്രുവ മഹാരാജാവ് ഭഗവാനെ വർണ്ണിച്ചതും ആ ഒരു ക്രെഡിറ്റ് പറയില്ലേ, അതും കൂടി ഭഗവാനാണ് കൊടുത്തത്. അപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, എനിക്ക് അങ്ങനെ കഴിവില്ല, വായിച്ച് വലിയ പരിചയമില്ല, അനുഭവങ്ങളില്ല,
കേട്ട് അത്ര കേട്ട് ഇതുമില്ല, പ്രയാസിച്ചിട്ടില്ല. പക്ഷെ ഭഗവാന്റെ ഒരു കരുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് വല്ലതും ചർച്ച ചെയ്യാനോ ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഇന്നത്തെ ശ്രീല പ്രഭുപാദന്റെ താല്പര്യത്തിൽ നമ്മൾ വായിച്ചു. താല്പര്യത്തില് സെക്കൻഡ് ലൈൻ അത് റോഷി മീനും മാതാജി ഒരിക്കലും കൂടി ആ രണ്ടാമത്തെ ഒരു വരി ഒന്ന് വായിക്കാൻ പറ്റുമോ പ്രഭുപാദ് പർപ്പോട്ടിലത്തെ ഭഗവാന്റെ പൂർണ്ണരൂപത്തിന്റെ ആണോ മാതാജി? സെക്കൻഡ് ലൈൻ മാതാജി? എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ആണുള്ളത്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ. ഭഗവാന്റെ ശുദ്ധ ഭക്തരെല്ലാം തന്നെ ബുദ്ധ അഥവാ വ്യത്യസ്ത അതീന്ദ്രിയ പ്രേമയുധ സേവനങ്ങളിൽ ഭഗവത് മഹാത്മ്യങ്ങൾ അറിയുന്ന വ്യക്തികളാണ്. ഭഗവാന്റെ പൂർണ്ണ രൂപത്തിന്റെ അസംഖ്യം വിസ്തരണങ്ങൾ ഉള്ളതുപോലെ വ്യത്യസ്തങ്ങളായ രസങ്ങളിലൂടെ അന്യോന്യ സേവന വിനിമയ നിരതനായ അസംഖ്യം പരിശുദ്ധ ഭഗവത് ഭക്തരുണ്ട്. സാമാന്യേന സോ സെക്കൻഡ് ലൈൻ അതാണ് നമ്മൾ ഇന്ന് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാൻ പോണത്. അതായത് ഭഗവാന്റെ ഭക്തന്മാരിലും ഭഗവാൻ മെയിൻ പറഞ്ഞ പ്രഭുപാദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ, അതായത് ഭഗവാന്റെ പ്രതികാരികം എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്റെ ഒപ്പം പ്രതികരിക്കുക. അതായത് ഇവിടെ എക്സാമ്പിൾ പ്രഭുപാദ് പല എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് പ്രഹ്ലാദ് മഹാരാജാവ്, അതായത് ഭഗവാൻ ശിവന്റെ, ബ്രഹ്മാവ്, ധ്രുവ മഹാരാജാവ്, നാരദ മുനി, നമ്മുടെ 4 കുമാരന്മാർ, വ്യാസദേവർ, ശുക്ദേവ് ഗോസ്വാമി, അങ്ങനെ പല പല ഭഗവാന്റെ ഭക്തന്മാരുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ ഭക്തന്മാരിന്റെ ഒപ്പം എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് ഭഗവാന്റെ സ്നേഹം പ്രകടിപ്പിക്കുക, അതിനെ കുറിച്ചാണ് പ്രഭുപാദ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയും യേ യഥാമാം പ്രപദ്യന്തെ താം സതൈവ ഭജാമ്യഹം. അതായത് എൻ്റെ ഭക്തൻ എന്നെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യണത്, എന്നെ എങ്ങനെയാണോ എന്നെ സ്നേഹിക്കണത്, അതുപോലെയാണ് ഞാനും ആ ഭക്തനായിട്ട് പ്രതികരിക്കുക. അതുപോലെ ഞാനും ആ ഭക്തനായിട്ട് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ ആ ഭഗവാന്റെ സ്നേഹപ്രകടനത്തിനെ കുറിച്ച് കുറച്ച് നമ്മൾ ഇന്ന് കുറച്ച് ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന് ഒരു സ്ഫടികം നമ്മൾ എടുത്തു വെച്ചാൽ, ക്രിസ്റ്റൽ എന്ന് പറയില്ലേ, സ്ഫടികം നമ്മൾ കയ്യിലെടുത്തു വെച്ചാൽ അതിൽ സൂര്യന്റെ പ്രകാശം വീണു വെച്ചാൽ എന്താ വരിക? റിഫ്ലക്ഷൻ വരും. അതായത് പല നിറങ്ങൾ പുറത്ത് വരും. നമ്മൾ സ്കൂളിൽ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരു സ്ഫടികം വെച്ച് അതിൽ സൂര്യന്റെ കിരണം വന്നു വെച്ചാൽ അതിൽ വേറെ വേറെ കളറിൽ വേറെ റിഫ്ലക്ഷൻ വരും, പല നിറത്തില്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സ്ഫടികമാണ്, നീലമണി ഒരു സ്ഫടികമാണ്. അപ്പൊ ഈ സ്ഫടികത്തില് സൂര്യകിരണ രൂപത്തിലായ ഭഗവാന്റെ ഭക്തന്മാരുടെ സ്നേഹം, ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്തിപരമായ സേവനങ്ങൾ ഈ സ്ഫടികത്തിൽ വീഴുമ്പോൾ ഈ സ്ഫടികത്തിന് പല നിറത്തിൽ ഭഗവാന്റെ പ്രതികാര്യം വരും. ഭഗവാന്റെ റെസിപ്രോക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഭഗവാൻ എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ നീലമണി ആയ ഭഗവാന്റെ സ്ഫടികത്തിന്റെ മുകളിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്തിയും ഭക്തിപരമായ സേവകളുടെയും ഒരു കിരണങ്ങൾ വീഴുമ്പോൾ ഭഗവാന്റെ പല ഭക്തിയുടെ പല രൂപത്തിൽ ഭഗവാൻ എന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യും, പല രൂപത്തിൽ ഭഗവാൻ എന്നെ പ്രതികരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് നോക്കാം. എങ്ങനെയാണ് വിവിധ രൂപത്തിൽ ഭഗവാൻ, പല ഭക്തന്മാരുണ്ടല്ലോ, ഭഗവാന്റെ പാണ്ഡവന്മാര് ഭക്തന്മാരാണ്. അപ്പൊ ഭഗവാന്റെ സംബന്ധം വിത്ത് പാണ്ഡവാസ്, വിത്ത് അർജുനൻ എങ്ങനെയാണ്, ഭഗവാന്റെ റിലേഷൻ യുധിഷ്ഠിർ മഹാരാജാവിന്റെ കൂടെ എങ്ങനെയാണ്, നകുൽ, സഹദേവ്, ദുര്യോധൻ, ദ്രൗപദി, കുന്തി, അതേപോലെ ഭഗവാന്റെ സഖാമാർ, ഭഗവാന്റെ മാതാപിതാക്കളെ ആയ നന്ദ മഹാരാജാവും യശോദാദേവിയും. അപ്പൊ എല്ലാവരുടെ ഒപ്പം ഒരു വ്യത്യാസമുള്ള രസമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ലോകത്തിൽ കാണുമ്പോൾ ഇപ്പൊ നമ്മളൊരാളെ പറ്റി നനച്ചു വെച്ചാൽ നമുക്ക് വിചാരിക്കും അങ്ങൊരു വളരെ ഇൻട്രോവേർട്ടാണ്, ആരായിട്ട് അധികം സംസാരിക്കില്ല, നമ്മളായി നമ്മുടെ കാര്യമായി അങ്ങനെ ഒരു മൂഡിലാണ് ഒരാളുണ്ടാവുക. അതേ മറിച്ച് വേറൊരാൾ നോക്കിച്ചാൽ നമ്മൾ പറയും ഓ നന്നായിട്ട് എക്സ്ട്രോവേർട്ടാണ്, നന്നായി എല്ലാവരായിട്ട് സംസാരിക്കും, എല്ലാവരായിട്ട് ഇടപഴകും, ചിരിച്ചും കളിച്ചുകൊണ്ട് ഉണ്ടാവും, എപ്പോഴും ഒരു എനർജിയാണ് എന്ന് പറയും. അങ്ങനെ പല ആൾക്കാർ പല രൂപത്തിലാണ് നമ്മൾ കാണുക. പക്ഷെ ഒരേ ഒരാളിൽ പല ഫ്ലേവറും നമുക്ക് കിട്ടില്ല അല്ലെ. ഒരാള് പല രൂപത്തിൽ നമ്മൾ കാണില്ല, ഓരോരുത്തരും ഓരോ നേച്ചർ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല. പല രൂപത്തിലും പല കളറും പല ഫ്ലേവേഴ്സും നമ്മൾ ഒരേ ഒരു ഭഗവാനിലുണ്ട്. അതുകൊണ്ട് രൂപ ഗോസ്വാമി ഭഗവാനെ ഭക്തി രസാമൃത സിന്ധുവില് അഖില രസാമൃത സിന്ധു എന്ന് പറയും. ഭഗവാനെ വിളിക്കും അഖില രസാമൃത മൂർത്തി. അതായത് ഭഗവാൻ എല്ലാവിധ രസങ്ങളുടെയും ഒരു മൂർത്തിയാണ്. ഒരു ഭഗവാനിൽ പലവിധ രസങ്ങളുമുണ്ട്. ഏതൊക്കെ ഫ്ലേവറിൽ ആരൊക്കെ ഭഗവാനെ ഏതൊക്കെ മൂഡിൽ
ഭഗവാന്റെ അടുത്തേക്ക് പോകണോ അപ്പൊ വിധവിധ മൂഡായിട്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യും, നമ്മുടെ ഒപ്പം പ്രതികരിക്കും. അപ്പൊ അതാണ് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പാട്ട്. ചിലപ്പോൾ നമ്മൾ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവര് അധികം ഇങ്ങനെ സംസാരിക്കണം മട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും, അയ്യോ നമ്മൾ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. പല വിധ ആൾക്കാരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണോ ഭഗവാൻ അവരുടെ ഒപ്പം റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യ മയി തേ തേഷു ചാപ്യഹം. അതായത് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എനിക്ക് വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ എന്നെ ഭജിക്കണ ഭക്തന്മാർക്ക് എനിക്കൊരു പ്രത്യേകം ഒരു സ്നേഹമുണ്ടെന്ന് പറയാണ്. പക്ഷെ ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ വേപ്പിന്റെ ഇലയില്ലേ, അപ്പോ വേപ്പിന്റെ ഇല നമ്മൾ എൻ്റെ ഒരു വിത്തെന്തെങ്കിലും നമ്മൾ അതിനെ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു, അതേ സമയത്ത് നമ്മൾ ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടു, ഒരേ സമയത്ത് മണ്ണിന്റെ അടിയിൽ രണ്ടും കുഴിച്ചു കഴിഞ്ഞ് രണ്ടിനും ഒരേപോലെ വെയിലും കിട്ടി, ഒരേപോലെ മഴക്കാറും കിട്ടി, മഴയും കിട്ടി. അപ്പോൾ രണ്ടിനും ഒരേ ഒരു എൻവയറമെന്റിലാണ് വളർത്തിച്ചാലും കൂടി അത് വളരുമ്പോൾ വേപ്പിന്റെ മരം വരുമ്പോൾ ആ വേപ്പിന്റെ ഇലയ്ക്ക് ആ കയപ്പുണ്ടാവും. പക്ഷെ മാങ്ങയുടെ മാങ്ങ വരുമ്പോൾ മാങ്ങയ്ക്ക് അത്ര മധുരം ഉണ്ടാവും. അപ്പോൾ ഒരേ എൻവയറമെന്റ് ആണ് കിട്ടിയത്, അതായത് ഒരേപോലെ സൂര്യപ്രകാശവും ഒരേപോലെ മഴയാണ് കിട്ടിയത്. പക്ഷെ രണ്ടിന്റെയും ടേസ്റ്റ് വ്യത്യാസമാണ്, ഒരു ഫ്രൂട്ട് വ്യത്യാസമാണ്. അതുപോലെ ഭഗവാന്റെ കൃപ വന്ന് ദേവന്മാരും അസുരന്മാരും മേലെ ഒരുപോലെ തന്നെയാണ്. ഭഗവാൻ ദേവതകളുടെ ഒപ്പം രാക്ഷസന്മാരുടെ ഒപ്പം ഒരേപോലെയാണ്. പക്ഷെ അവരവരുടെ പ്രവൃത്തി അനുസരിച്ച്, അവരവരുടെ സംസ്കാരം അനുസരിച്ച് രാക്ഷസന്മാര് നമ്മുടെ വേപ്പിന്റെ ഇല പോലെ കയപ്പായ പ്രവൃത്തിയായിട്ടും, ദേവതന്മാർ നമ്മൾ നോക്കും, ദേവി ദേവതന്മാര് ഒരു മാങ്ങയുടെ മധുരത അവർക്ക് അതിൽ ഉണ്ടാവും. അപ്പൊ ഭഗവാന്റെ അല്ല ഇതിൽ വ്യത്യാസം, ഭഗവാൻ ഒരേപോലെയാണ്, അവരവരുടെ പ്രവൃത്തി അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു നേച്ചറാണ് എല്ലാവരുടെയും. അപ്പോൾ ഭഗവാന്റെ ഇപ്പൊ പല വിധമായ രസങ്ങളുണ്ട്. അതിലെങ്ങനെയാണ് ഭഗവാൻ പല ഭക്തന്മാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഭക്തന്മാരായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുക, അത് ആ ഒരു ടോപ്പിക് പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ കുറച്ചൊന്ന് വിസ്തരിച്ച് ഇന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചെറിയൊരു പ്രസന്റേഷൻ പോലെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഫോട്ടോസും കണ്ട് നമുക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും, എനിക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മനസ്സിൽ ഓർമ്മ നിൽക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ചെറിയൊരു പ്രയാസം ചെയ്തിട്ടുണ്ട്, അധികം വലിയ കാര്യമായിട്ടൊന്നുമല്ല, ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇതിൽ. അപ്പൊ നമുക്ക് ഫോട്ടോ നോക്കാം, ചില ശ്ലോകങ്ങൾ നോക്കാം, ഭംഗിയായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. സ്ക്രീൻ കാണുന്നൊന്ന് ജസ്റ്റ് ഒന്ന് എന്നോട് പറയണേ. കാണുന്നുണ്ട് മാതാജി. ഓ ശരി. അപ്പോ നമ്മൾ ആദ്യം തുടങ്ങാൻ ഞാൻ വിചാരിച്ചു നമ്മൾ പാണ്ഡവന്മാരുടെ കഥ വെച്ച് തുടങ്ങാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിർ മഹാരാജാവ് ഭീഷ്മദേവർ സംസാരിച്ചതും ഭീഷ്മ പിതാമഹരുടെ ഒരു അന്ത്യ സമയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഭീഷ്മദേവരുടെ ഒപ്പം ഭഗവാൻ കൃഷ്ണനും ആ സാന്നിധ്യത്തില് പഞ്ചപാണ്ഡവന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അത് വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. ഭഗവാനും ഭഗവാന്റെ ഭക്തനായ പാണ്ഡവന്മാരിലുള്ള ഒരു 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 എന്താണ് സംബന്ധം, എന്താണ് ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഭക്തിപരമായ ഒരു സംബന്ധത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ 16-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ മുന്നിൽ വായിക്കുമ്പോൾ ഈ ഒരു വളരെ ഭംഗിയായ ഒരു ശ്ലോകം വരും. പരീക്ഷിത് മഹാരാജാവ് കേൾക്കുകയാണ് ഭഗവാനെ കുറിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരെ കുറിച്ച് കേൾക്കുകയാണ്. അപ്പൊ കേൾക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന് വളരെയധികം അത്ഭുതം. കാരണം ഭഗവാൻ ഒരു വളരെ വലിയൊരു വ്യക്തിയാണ്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ കേട്ടു വിഷ്ണു സഹസ്രനാമത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ഭഗവാന്റെ കൺട്രോളിലാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വായുദേവതയും എല്ലാവരും ഭഗവാന്റെ കൺട്രോളിലാണ്. ചരാചരങ്ങളും സുരനസുരന്മാരും എല്ലാവരും ഭഗവാന്റെ കൺട്രോളാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭഗവാൻ ഈ പാണ്ഡവന്മാരായിട്ട് എങ്ങനെയാണ് സംബന്ധത്തിലുണ്ടായത്, അത് ആ ഒരു ഭക്തി കാണുമ്പോൾ, ഭഗവാന്റെ കരുണ കാണുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന്റെ ഹൃദയം നിറയുന്നു. ആ നിറഞ്ഞ ഹൃദയത്തിൽ ഈ ഒരു ശ്ലോകമാണ് പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സിൽ വരുന്നത്. അതായത് പാണ്ഡവന്മാരും ഭഗവാനെ തമ്മിൽ ആലോചിക്കുമ്പോൾ പറയാണ്, സാരഥ്യ പാർഷദ സേവന സഖ്യ ദൗത്യ വീരാസനാനുഗമന സ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത് പ്രണതിം ച വിഷ്ണു ഭക്തിം കരോതി നൃപതി ചരണാരവിന്ദേ. അതായത് ഭക്തി തോന്നുകയാണ് എൻ്റെ ഭഗവാന്റെ മുകളില്. കാരണം
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും വലിയ ഒരു ഭഗവാൻ പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാനായിട്ടും കൂടി എങ്ങനെയാണ് പാണ്ഡവന്മാരുടെ ഒപ്പമുള്ള പല റോളാണ് എടുക്കുന്നത് ഭഗവാൻ. അതായത് ആദ്യം വന്നു വെച്ചാൽ സാരഥ്യ. അതായത് ഭഗവാൻ അർജുനന്റെ സാരഥിയായിട്ട്, പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ നിന്നു. സാരഥി എന്ന് വെച്ചാൽ പല റോളും ഉണ്ട്. അതായത് ഇപ്പൊ വെറുതെ യുദ്ധഭൂമിയിൽ ഭയങ്കര അധികം ഒച്ചയും ബഹളമായിരിക്കും. അപ്പോൾ ഒരു യോദ്ധാവ് സംസാരിച്ച ആ സാരഥിക്ക് അത് കേൾക്കില്ല. അപ്പൊ എന്താണ് ചെയ്യാന്ന് വെച്ചാ ഈ സാരഥിയുടെ ഈ ഷോൾഡർ എന്ന് പറയില്ലേ, ഇവിടെ ചവിട്ടും യോദ്ധാവ്. അതായത് വലത്തോട്ട് പോണെങ്കിൽ വലത്തോട്ട് ചവിട്ടും, ഇടത്തോട്ട് പോണെങ്കിൽ ഇടത്ത് വശത്തെ ചവിട്ടും. അങ്ങനെ ചവിട്ടിയിട്ടാണ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഒരു പൊസിഷനാണ് എടുത്തത് ഭഗവാൻ പാണ്ഡവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയിൽ. അപ്പൊ സാരഥ്യ, പാർഷദ സേവന, അതായത് പല വിധത്തിൽ ഭഗവാൻ അവരെ സേവിച്ചിട്ടുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ എല്ലാം ചെറിയ ചെറിയ സേവനങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. സഖ്യ, അവരെ ഒരു ഫ്രണ്ടായിട്ട്, ഒരു സഖായിട്ട് ഭഗവാൻ അവരെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റി. അർജുനനാവട്ടെ, ഭീമനാവട്ടെ. അതേപോലെ ദൗത്യ, അതായത് ദൂതം, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭഗവാൻ ദൂതനായിട്ട് പോവും കൗരവന്മാരുടെ അടുത്തേക്ക്, പാണ്ഡവന്മാരുടെ മെസ്സേജ് എടുത്തിട്ട് മെസ്സഞ്ചറായിട്ട് പോവും. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു ചെറിയൊരു ജോലിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ പറയില്ലേ, ആരോടെങ്കിലും പണിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് അവരോട് പോയി പറയും, ഇതൊന്ന് ആ അടുത്ത വീട്ടിലൊന്ന് പോയി പറഞ്ഞിട്ട് വാ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു വലിയൊരു പൊസിഷൻ അല്ല, ഒരു ചെറിയ ഒരു പൊസിഷനാണ് ഭഗവാൻ അതെടുത്തത്. അതേപോലെ വീരാസനാനുഗമന, അതായത് രാത്രി സമയത്ത് ഒരു വാച്ച്മാൻ പോലെ ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിച്ചിട്ടുണ്ട്. സ്തവന പ്രണാമാൻ, യുധിഷ്ഠിർ മഹാരാജാവ്, ഭീമൻ, ഇവരെല്ലാവരും വയസ്സിൽ വലുതായ കാരണം അവരൊക്കെ പ്രണാമം സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത് പ്രണതിം ച വിഷ്ണു, ഇങ്ങനെ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ സ്നിഗ്ധേഷു വളരെയധികം സ്നേഹമായിട്ട് ഒരു ലോകത്തേക്ക് ഒരു അത്ഭുതമായ കാര്യമാണ് കാണിച്ചത്. ഇങ്ങനെ പറഞ്ഞ് പരീക്ഷിത് മഹാരാജാവിടെ ഹൃദയം എന്നറിയണോ. അതാണ് പാണ്ഡവന്മാരും ഭഗവാനുള്ള ഒരു റിലേഷൻ. പാണ്ഡവന്മാരിൽ പ്രത്യേകിച്ച് അർജുനന്റെ ഒപ്പം ഭഗവാന്റെ പ്രത്യേക ഒരു സംബന്ധമാണ്. അർജുനൻ യുദ്ധഭൂമിയിൽ നമ്മൾ എപ്പോഴും കേൾക്കും, യുദ്ധഭൂമിയിൽ അർജുനൻ കുഴപ്പത്തിലാണ്, എന്താ ചെയ്യേണ്ടത് അറിയണില്ല, യുദ്ധം ചെയ്യണോ വേണ്ടേ, ആൾക്കാരെ എങ്ങനെയാണ് എൻ്റെ അച്ഛന് തുല്യം, എൻ്റെ ഗുരുവിന് തുല്യമുള്ള ആൾക്കാരോടൊപ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുക എന്നൊരു കുഴപ്പത്തിലാണ്. അപ്പോൾ ഭഗവാൻ ആ സമയത്ത് അർജുനന് ഫുൾ ആയിട്ട് നോളജ് കൊടുക്കും, നന്നായിട്ട് മനസ്സിലാക്കും എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്തുകൊണ്ട് യുദ്ധം നമ്മൾ ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ ജയിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ഞാൻ കർമ്മ അങ്ങനെ ഭക്തിയോഗം എന്നുള്ള പല കാര്യം മനസ്സിലാക്കി കൊടുത്ത്, അത് നമ്മൾ ഇന്നത് എഴുതിയ 5000 വർഷമായി ഏതെങ്കിലും പുസ്തകം ഉണ്ടോ നമ്മൾ എഴുതിയിട്ട് 5000 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ അത് വായിച്ച് മനസ്സിലാക്കാൻ നോക്കണത്, ആ ശ്ലോകങ്ങളൊക്കെ മനഃപ്പാഠം ചെയ്യാൻ നോക്കണത്. അങ്ങനെ ഒരു ഭഗവത്ഗീതയാണ് ആ സമയത്ത് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. ഇതിൽ ഇനിയൊരു ഭംഗിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചു വരികയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട് എന്തെങ്കിലും ചോദിച്ചു വരികയാണ്, എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട്, എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യൂ, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പം നമ്മൾ പറയും, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്ത് നോക്കൂ, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കണേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറയും. പിന്നെ ആ വ്യക്തി, അതായത് കുട്ടിയാവട്ടെ ഫ്രണ്ട് ആവട്ടെ, നമ്മൾ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നമുക്കൊരു തോന്നും, ഞാൻ ഇത്രയൊക്കെ സമയം കൊടുത്ത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല, നമുക്ക് എവിടെയെങ്കിലും ഒരു മനസ്സിലൊരു തോട്ട് ഉണ്ടാവും അങ്ങനെ. പക്ഷെ ഭഗവാന്റെ ഒരു മഹാത്മ്യം നോക്കൂ. ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവത്ഗീതയിൽ അർജുനനോട്. ഒടുവിൽ പറയും, യഥേച്ഛസി തഥാ കുരു, ഞാൻ ഇതൊക്കെ പറഞ്ഞു അർജുന, പക്ഷെ അർജുനൻ എന്താ തോന്നണച്ചാ അത് ചെയ്യൂന്ന്. അപ്പൊ ഇതാണ് വളരെ ഒരു ഭംഗിയായ കാര്യം, ഡിറ്റാച്ച്മെന്റ്. അതായത് ഭഗവാന് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവൻ ഇതുപോലെ ചെയ്യണം എന്ന്, അങ്ങനെയില്ല. അതേ സമയത്ത് ഭഗവാൻ നല്ലോണം മനസ്സറിഞ്ഞ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഭഗവാൻ അർജുനനായിട്ടുണ്ട്, ഒരു ഫ്രണ്ടായിട്ടും അതേ സമയത്ത് ഒരു ടീച്ചറായിട്ടും ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാനത്തില്. അത് മാത്രമല്ല, നമ്മൾ നടുവിലത്തെ സെക്കൻഡ് ഫോട്ടോയിൽ നോക്കിച്ചാൽ കാണാം, നമുക്ക് ജയദ്രഥന്റെ കഥ അറിയും. ഭഗവാൻ അർജുനൻ പ്രതിജ്ഞ എടുക്കും, ഞാൻ ജയദ്രഥനെ കൊല്ലാണ്ട് ഞാൻ സൂര്യാസ്തമനത്തിന് മുന്നേ ഞാൻ കൊന്നില്ലെങ്കിൽ ഞാൻ സ്വയം തീയിൽ കയറും, ഞാൻ സ്വയം എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും എന്ന് പറഞ്ഞ് അർജുനൻ പ്രതിജ്ഞ എടുക്കും.
പക്ഷെ ജയദ്രഥൻ ആ സമയം ദിവസം മുഴുവൻ ഒളിച്ചിരിക്കും, സക്സസ്ഫുൾ ആയിട്ട് വരാണ്ടിരിക്കും. അപ്പോൾ അർജുനൻ പറയും, ശരി ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ എന്റെ പ്രതിജ്ഞ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഞാൻ പോയി എന്റെ ജീവൻ എന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോവാണെന്ന് പറയും അർജുനൻ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവിടെ അർജുനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുദർശൻ ചക്രം എടുത്ത് സൂര്യനെ മറയ്ക്കും, ഹൈഡ് ചെയ്യും കുറച്ചു നേരത്തേക്ക്. അപ്പൊ ജയദ്രഥൻ വിചാരിക്കും സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോഴാണ് അർജുനൻ അപ്പൊ ജയദ്രഥനെ കൊല്ലാം. അപ്പോ ആ ആ ആ സമയത്ത് ഭഗവാൻ അർജുനനെ സഹായിക്കും, അർജുനനെ രക്ഷിക്കും. എന്നുവെച്ചാൽ ഗൈഡൻസും കൊടുത്തു, അതേ സമയത്ത് ഒരു സാരഥിയായിട്ട് ഒരു ചെറിയൊരു പൊസിഷനിലും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോ ആവശ്യമുണ്ടോ ഭഗവാന്റെ ഭഗവത്തെ കാണിച്ച് അവിടെ അർജുനനെ സഹായിച്ചു. അതേപോലെ കർണന്റെ അടുത്ത് നാഗാസ്ത്രം വരും. നാഗാസ്ത്രം എന്ന് വെച്ചാൽ വളരെ ഭയങ്കരമായ ഒരു അസ്ത്രമാണ്. അത് കൊണ്ടുവച്ചാൽ പിന്നെ വേറെ രക്ഷയില്ല, മരണം തന്നെയുള്ളൂ. അപ്പൊ ആ അർജുനൻ യുദ്ധഭൂമിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയില്ല. പക്ഷെ ആ സമയത്താണ് കർണൻ അവിടെ ദൂരെ നിന്ന് വിടുക. പക്ഷെ ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും അർജുനന് വേണ്ടി അത്രയും സ്നേഹവും ഒരു പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ് എന്ന് പറയില്ലേ നമ്മൾ ഈ ലോകത്ത്, നമുക്ക് ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു സ്നേഹം ഉണ്ടാവുക, കുട്ടിയുടെ ശ്രദ്ധ ഉണ്ടാവില്ല, പക്ഷെ അമ്മ എപ്പോഴും കൈ പിടിച്ചുകൊണ്ടും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാവും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടി കളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പോവും, പക്ഷെ അമ്മ എപ്പോഴും കൈ പിടിച്ചുകൊണ്ടുണ്ടാവും. അതുപോലെ അർജുന യുദ്ധത്തിലെ നടുവിലാണ്, പക്ഷെ കൃഷ്ണന്റെ ഫുൾ കോൺസെൻട്രേഷൻ, ഫുൾ പ്രൊട്ടക്ഷൻ അർജുനന്റെ മുകളിലാണ്. അപ്പോ നാഗാസ്ത്രം കർണൻ വിടുമ്പോ ഭഗവാൻ മെല്ലെ ആ രഥം കുറച്ചൊന്ന് താഴ്ത്തിക്കും, അമർത്തും, ഒരു ചെറിയ കുറച്ച് ഇഞ്ച് താഴെ കൊണ്ടുവരും. അപ്പൊ നാഗാസ്ത്രം വന്ന് അർജുനന്റെ കിരീടത്തില് തലപ്പാവിൽ തട്ടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ആ കിരീടം വീഴും അർജുനന്റെ. അപ്പോ അർജുനൻ ചോദിക്കും ഭഗവാനോട് എന്താ അതിങ്ങനെ രഥം താഴെ വരാൻ കാരണം, ശരിക്കും എന്താ പോവാത്തെ എന്ന് വെച്ചാൽ ചോദിക്കുകയാണ്, എന്താ കാരണം, എന്താ ഇങ്ങനെയായി എന്ന്. അപ്പോ ഭഗവാൻ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഞാൻ ശരിക്കും പോവായിരുന്നു, പക്ഷെ നാഗാസ്ത്രം വന്നു, ഞാൻ രഥത്തെ താഴെ ആക്കിയില്ലെങ്കിൽ അർജുനന്റെ തലപ്പാവലെ ഇപ്പൊ തട്ടിയുള്ളൂ, തലയിൽ തട്ടിയിട്ടുണ്ടാവും. ഒരു ക്ഷത്രിയന് തലപ്പാവ് വീഴാന്ന് വെച്ചാൽ ഒരു അഭിമാനക്കാരിയാണ്, നല്ലൊരു കാര്യമല്ല. പക്ഷെ ഈ സമയത്ത് തലപ്പാവ് വീണു വെച്ചാലും അർജുനനെ തല രക്ഷിച്ചു ഭഗവാൻ. ഞങ്ങൾ ചെറുപ്പത്തിൽ ചെറിയ എന്തെങ്കിലും തട്ടിച്ചാലോ മുറിവായിച്ചാലോ അമ്മ അച്ഛനും പറയും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ് ആയിട്ടാണോ ഞാൻ പറയണത്, പക്ഷെ അമ്മ അച്ഛനും പറയും തലയിൽ വരുന്ന തലപ്പാവ് വഴി പോയി എന്ന് ഇങ്ങനെ ഒരു ചെറിയ ചൊല്ല് പറയും. എന്തോ വലിയത് വരാൻ പോകൊണ്ട് ചെറുതിലായി പോയി എന്ന് പറയും. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് വരുന്നത്. അർജുനന് മരണം സംഭവിക്കാമായിരുന്നു, പക്ഷെ ഭഗവാൻ ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുത്തു രഥത്തെ, അപ്പോ തലപ്പാവ് വഴി പോയി. അപ്പൊ അങ്ങനെ അർജുനനെ ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ നമ്മൾ പല റോൾ കാണാം ഭഗവാന്റെ. ഒരു ഫ്രണ്ടായിട്ട്, ഒരു ടീച്ചറായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു പ്രൊട്ടക്ടറായിട്ട്, അതേപോലെ ഒരു ചാരിയേറ്റർ ആയിട്ട്, അതായത് ഒരു ചെറിയൊരു പൊസിഷനിലായിട്ട്, അങ്ങനെ ഭഗവാൻ പല ഫ്ലേവർ അർജുനന് മാത്രം തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതിൽ അർജുനൻ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, പാണ്ഡവന്മാരും ആസ് എ ഫാമിലി. ഭഗവാന്റെ ബന്ധുക്കളാണല്ലോ പാണ്ഡവന്മാർ. അപ്പോ പാണ്ഡവർ പല വിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. പക്ഷെ അത് ഇപ്പൊ ഫോറസ്റ്റിലാവട്ടെ, ഇവിടെ വനത്തിൽ പോകുമ്പോൾ ആവട്ടെ, അജ്ഞാത വനവാസത്തിലാവട്ടെ, അല്ലെങ്കിൽ രാജ്യസഭയിലാവട്ടെ, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും അവരെപ്പോഴും എന്താണ് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ നമ്മളൊപ്പം എപ്പോഴും ഉണ്ട്. ഞങ്ങൾ വനവാസത്തിൽ പോയാലും ഞങ്ങള് രാജ്യത്തിലുണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഉണ്ട്. അങ്ങനെ പല ഇതിൽ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. വനവാസത്തിൽ എന്ന് വെച്ചാൽ ദുർവാസ മുനിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ദുർവാസ മുനി പറയും, ഞാൻ എൻ്റെ ശിഷ്യന്മാരായിട്ട് വരികയാണ്, എനിക്ക് കഴിക്കാൻ വേണമെന്ന് പറയും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത്. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് വന്ന് ദ്രൗപദിയോട് പറയും, ഇങ്ങനെ ദുർവാസ മുനി വരുന്നുണ്ട്, കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോ ദ്രൗപദിയുടെ അടുത്ത് നമുക്കറിയാം അക്ഷയപാത്രമുണ്ട് അല്ലെ? അപ്പൊ അക്ഷയപാത്രത്തിൽ എന്താ അതിന്റെ ഒരു പ്രാധാന്യം വെച്ചാൽ അതിൽ ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കും, എത്ര വേണമെങ്കിൽ നമുക്ക് അതിന് ഭക്ഷണം വരും. പക്ഷെ ഒരു ദ്രൗപദി ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭക്ഷണം വരില്ല. ഇങ്ങനെയാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത് കഥ. അപ്പോ അന്ന് ആ സമയത്ത് ദുർവാസ മുനി വരുന്ന സമയത്ത് ദ്രൗപദി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്താ ചെയ്യാ, ഇനി ഭക്ഷണവും ഇല്ല. ദുർവാസ മുനി നമുക്ക് പല എക്സാമ്പിളിനും അറിയാലോ, കഥകളിലും. ദുർവാസ അതായത് ആരുടെ ഒപ്പം ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തെങ്കിലും ശാപം കൊടുത്തു വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ദ്രൗപദി ദേവി, ഒരു ചിന്തയിലാണ് എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുക ദുർവാസ മുനിക്ക് എന്ന്. അപ്പോൾ ദ്രൗപദി പ്രാർത്ഥിക്കും ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത്, എന്നെ രക്ഷിക്കണേ, ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ, നമുക്ക് ദുർവാസ മുനിക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഒരു സേവനം ചെയ്യുക. കാരണം അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മുടെ ഭാരതഭൂമിയിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിഥി എന്ന് വെച്ചാൽ സമയം കാലം ഒന്നും പറയാണ്ട് വരുന്ന ആള്. തിഥി, തിഥി വെച്ചാൽ സമയം, തിഥി വെച്ചാൽ സമയം നേരം കാലം അറിയാണ്ട് വരണ ആള്. അപ്പോൾ നമുക്ക് കൾച്ചർ അങ്ങനെയാണ്, അതിഥി ദേവോ ഭവ, അങ്ങനെ വരുന്ന ആള് ഭഗവാന് തുല്യം നമ്മൾ സേവിക്കണം എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദ്രൗപദി ദേവി വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ സേവിക്കുക ഭഗവാനെ, ദുർവാസ മുനിനെ. അപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും. ഭഗവാൻ വരും, എന്ത് പറയും, എന്തെങ്കിലും എനിക്ക് അതിന് എടുത്ത് തന്നാൽ മതി പറയും. അപ്പോൾ ദ്രൗപദി പറയും എല്ലാം കഴിഞ്ഞു, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇപ്പൊ ഒന്നും ബാക്കിയില്ല, എന്താ ഞാൻ തരാ ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും എന്താ ഉള്ളച്ചാ തന്നോളൂ പറയും. അപ്പം തിരിച്ചു നോക്കാൻ പറയും. അപ്പൊ നോക്കുമ്പോൾ ദ്രൗപദി ദേവി നോക്കുമ്പോൾ അതിൽ ചെറിയ ഒരു കഷ്ണം ഇല എന്തെങ്കിലും ബാക്കിയുണ്ടാവും. അതിൽ ഷാക്ക് എന്ന് പറയും ഹിന്ദിയിൽ, ഇല, ചെറിയൊരു കഷ്ണം ഇല ഉണ്ടാവും എന്തിൻ്റെയോ. അപ്പൊ ഭഗവാൻ പറയും മതി, അത് തന്നാൽ മതി, ഞാൻ തൃപ്തിയാവും എന്ന് പറയും. അപ്പൊ ദ്രൗപദി ദേവി ഇല കൊടുക്കും, ഭഗവാൻ അത് കഴിച്ച് തൃപ്തോസ്മി, ഭഗവാൻ ആകെ തൃപ്തിപ്പെട്ടു. അപ്പൊ ഭഗവാൻ തൃപ്തിയായപ്പോ ഭഗവാന്റെ വയർ നിറഞ്ഞപ്പോ ദുർവാസ മുനിയുടെയും ശിഷ്യന്മാരുടെയും എല്ലാവരുടെയും വയർ നിറഞ്ഞു, ആർക്കും വിശപ്പില്ല. അപ്പൊ അവരൊക്കെ വരാണ്ട് അവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഭഗവാൻ ദ്രൗപദി ദേവിയും പാണ്ഡവന്മാരെ രക്ഷിച്ചു. ആ ദുർവാസ മുനിയുടെ എന്തെങ്കിലും ശാപം വന്നിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷിച്ചു, പേര് ഒന്നും കേടുവന്നില്ല. അപ്പൊ അങ്ങനെ ആ സമയത്ത് വനവാസത്തിലിരിക്കുമ്പോൾ ഭഗവാൻ രക്ഷിച്ചു. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ദ്രൗപദിയുടെ വസ്ത്രഹരണം. കുരുസഭയിൽ എല്ലാവരുടെയും നടുവിൽ വെച്ച് ഒരു സ്ത്രീയുടെ അഭിമാനമാണ് ഇവിടെ പ്രശ്നത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഭഗവാൻ ദ്രൗപദി ദേവിയെ പൂർണ്ണമായി രക്ഷിച്ചു, പൂർണ്ണമായി സംരക്ഷിച്ചു, പൂർണ്ണമായി ദ്രൗപദി ദേവിയുടെ എന്താ പറയാ, ദ്രൗപദി ദേവിയുടെ സമ്മാനം കാത്തുകൊണ്ടു. അപ്പോ അതാണ് ഭഗവാൻ ഇവിടെ രക്ഷിച്ചത്. കേശവധൃത വസ്ത്രശരീര. ഭഗവാൻ വസ്ത്രമായിട്ട് വന്നു. ഭഗവാൻ പ്രഹ്ലാദന് നരസിംഹ രൂപമായിട്ട് വന്നു. ഭഗവാൻ ധ്രുവ മഹാരാജാവിന്റെ മുന്നിൽ നേരോണം വിഷ്ണു ആയിട്ടാണ് പ്രകടനമായത്. ശ്രീരാമ അവതാരം എടുത്തു, അതുപോലെ പല അവതാരം എടുത്തു. പക്ഷെ ദ്രൗപദിക്ക് വേണ്ടി എന്ത് അവതാരമാണ് എടുത്തത്? വസ്ത്ര അവതാരം, വസ്ത്രശരീര. അങ്ങനെ വസ്ത്രമായി ഭഗവാൻ പ്രകടിപ്പിച്ചു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സോറി ടു, എന്റെ മലയാളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണെങ്കിൽ പ്ലീസ് ഫർഗീവ് മീ, ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അതുപോലെ ലക്ഷാഗ്രഹത്തിൽ, അതായത് ദുര്യോധനും കൗരവന്മാരും കൂടി പ്ലാൻ ഉണ്ടാക്കി കുന്തി ദേവിയും 5 പാണ്ഡവന്മാരെയും ഒരുമിച്ച് അങ്ങോട്ട് കത്തിച്ച് കളയാന്ന് വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. അത് വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. എങ്ങനെയാണ് അവരെ നമ്മൾ ഒരു ലക്ഷാഗ്രഹത്തിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് തീ കത്തിച്ചതിന് അവർക്ക് ആർക്കും മനസ്സിലാവില്ല, ആർക്കും അറിയില്ല എന്തായി എന്ന്. പക്ഷെ ചുരുക്കത്തിൽ പറയുമ്പോൾ വിതുരനെ അയച്ചിട്ട് ഭഗവാൻ അവരോട് സത്യമായിട്ട് പറഞ്ഞു എന്താണ് കാര്യം, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു മാർഗം കാണിച്ചു കൊടുത്തു. കുന്തി ദേവിയും 5 കുട്ടികളും ഭഗവാൻ വളരെ ഭംഗിയായിട്ട് ഒരു പൂ പോലെ രക്ഷിച്ചു ഭഗവാൻ. അങ്ങനെ പാണ്ഡവന്മാരോടൊപ്പം ഭഗവാന്റെ വളരെയധികം സ്നേഹവും വളരെയധികം ഒരു രക്ഷിക്കണ ഒരു പ്രവൃത്തിയാണ് ഭഗവാന്റെ. ഒരു ബന്ധുവായിട്ടും ഫ്രണ്ടായിട്ടും ചെറിയ ജോലിയായിട്ടും, കാല് കഴുകി കൊടുക്കണ ജോലിയോ നമസ്കരിക്കണ ജോലിയോ ഒരു പാർത്ഥസാരഥിയായിട്ട്, അർജുനന്റെ സാരഥിയായിട്ട്, അങ്ങനത്തെ എല്ലാവിധ റോളും ഭഗവാൻ വളരെ ഭംഗിയായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുന്തി സ്തുതിയിൽ, കുന്തി പ്രാർത്ഥനയിൽ ഈ ശ്ലോകം കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, വിഷാൻ മഹാഗ്നേ പുരുഷാദ് ദർശനാത് അസത്സഭായ വനവാസകൃച്ഛതഃ മൃദേ മൃദേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രശ്ചാസ്മ ഹരേ വിരക്ഷിത. അതായത് ഭഗവാനെ കൃഷ്ണ, പലവിധ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, പലവിധ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. വിഷാൻ മഹാഗ്നി, അതായത് ഭീമൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭീമനെ വിഷം കൊടുത്ത് നാഗലോകത്തേക്ക് അയച്ച് ആ ഒരു കഥയായിട്ടുണ്ട്. അതുപോലെ പുരുഷാദ ദർശനാദ്, അതുപോലെ ഞങ്ങൾ വനവാസത്തിലുള്ളപ്പോൾ ഈ കാനിബൽസ് എന്ന് പറയില്ലേ, ചില ആദിവാസി പോലെ കാനിബൽ എന്ന് പറയാം, അവരെ കൊണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അസത് സഭായ, ഞങ്ങളുടെ ദ്രൗപദീനെ അസത് സഭ, അതായത് സഭയില് നിറഞ്ഞ സഭയില് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്.
വനവാസ കൃച്ഛതഃ, ഞങ്ങൾ വനവാസം പോകുമ്പോൾ നമ്മളിപ്പോ കേട്ടില്ലേ ദുർവാസ മുനിയുടെ, ആ സമയത്ത് ഞങ്ങൾ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. മൃദേ ഓരോ ക്ഷണത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അനേക മഹാരഥ അസ്ത്രതഃ, മഹാരഥിമാരുടെ അസ്ത്രം, യുദ്ധഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ അസ്ത്രം ഞങ്ങളുടെ മേത്ത് ഇട്ടുണ്ട്. ദ്രൗണി അസ്ത്രം, ഈ സമയത്തും കൂടി പരീക്ഷിത് മഹാരാജാവിന്റെ സമയമാണ്, അവിടെ ജനിക്കണ സമയത്തിന് ഉത്തരയുടെ ഗർഭത്തിൽ കയറി ഭഗവാൻ രക്ഷിച്ചു. കാരണം അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം വിട്ടപ്പോ ഉത്തര, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു, ഉത്തര പാഹി പാഹി ദേവദേവ ജഗത്പതി പറഞ്ഞ് ഓടുകയാണ് ഭഗവാന്റെ അടുത്ത്. കൃഷ്ണ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഭഗവാൻ ആ സമയത്തും കൂടി ലാസ്റ്റ് മിനിറ്റ് വരെയും കൂടി, ഇറങ്ങണ സമയം വരെയും കൂടി ഭഗവാൻ രക്ഷിച്ചു ഉത്തരയെ. അപ്പൊ അങ്ങനെ ഒരു ഭഗവാനെ ഞങ്ങൾ എപ്പോഴും രക്ഷിച്ചോണ്ട് ഞങ്ങളിപ്പോ എപ്പോ ഉണ്ടായിരുന്നു പറഞ്ഞ് കുന്തി മഹാറാണി, കുന്തി ദേവി ഭഗവാനെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറയാണ്. അങ്ങനെ നമ്മൾ ആ കഥ കേട്ട് അത്ര വന്നപ്പോ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ബന്ധുക്കളായ പാണ്ഡവന്മാർ മാത്രമെന്നല്ല, പക്ഷെ ഭഗവാന്റെ കൂട്ടുകാര്, ഭഗവാന്റെ ഫ്രണ്ട്സ്, സഖാമാര്, ഇത് വളരെയധികം ഭംഗിയുള്ള ഒരു സെക്ഷനാണ്. എൻ്റെ ഗുരുമഹാരാജാവ് പരം പൂജ്യ രാധാഗോവിന്ദ ഗോസ്വാമി മഹാരാജ് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെയും ഭഗവാന്റെ സഖാമാരുടെ ഒപ്പം കളിക്കണ ഗെയിംസും എങ്ങനെയാണ് അവര് ദിവസം വൃന്ദാവന സമയം സ്പെൻഡ് ചെയ്യുക, ഇതിനൊക്കെ പറ്റി നല്ല ഭംഗിയായിട്ട് പറയും. നമുക്കും വായിക്കാം. നമ്മള് 10ാമത്തെ സ്കന്ധത്തില് 12ാമത്തെ അധ്യായത്തില് വളരെയധികം ഡീറ്റെയിലിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഭഗവാൻ കളിക്കുക. അതായത് രാവിലെ ഭഗവാൻ നീറ്റ് ഒരു ദിവസം പ്ലാൻ ചെയ്യും ഫ്രണ്ട്സിന്റെ ഒപ്പം. ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ, കുട്ടികൾ പ്ലാനിങ് ചെയ്യുക, ഒരുമിച്ചിരുന്ന് കഴിക്കാന്നൊക്കെ പ്ലാൻ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് അതിന് ശരിക്കും വരുന്നത് ഒറിജിൻ ഭഗവാന്റെ അടുത്താണ്. ശരിക്കും ഭഗവാനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്. അതിന്റെ ഒരു എന്താ പറയാ റിഫ്ലക്ഷനോ, അതിന്റെ ഒരു 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 നിഴൽ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് എന്താ കാണുന്നത്. അപ്പോൾ ഭഗവാൻ രാവിലെ നീറ്റ് പ്ലാൻ ചെയ്യാണ് ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ. നമുക്ക് ഇന്ന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് രാവിലെ വേഗം ഇറങ്ങിയിട്ട് വനഭോജനം ചെയ്യാം, നമുക്ക് ഫോറസ്റ്റിൽ പോയിട്ട് വനത്തിൽ പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കഴിക്കാം, നമുക്ക് കളിക്കാം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ സാധാരണ ഭഗവാൻ രാവിലെ വേഗം നീക്കൊന്നുമില്ല. മെല്ലെ നീറ്റ് പോയി യശോദമയെ പാട്ടൊക്കെ പാടി, ഞാൻ ഭഗവാനെ കൃഷ്ണ നിനക്ക് ഈ മധുരം തരാം എന്ന് വെണ്ണ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുറെയൊക്കെ പറഞ്ഞ് മെല്ലെ വരുമ്പോഴേക്കും ഭഗവാൻ ശരി അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മെല്ലെ നീറ്റ് വരികയുള്ളൂ. പക്ഷെ അന്ന് കളിക്കാൻ പോണം കൂട്ടുകാരുടെ ഒപ്പം അത്രയും സ്നേഹമാണ് ഭഗവാന്. കൂട്ടുകാർക്കും ഭഗവാന്റെ മോൾ അത്രയധികം സ്നേഹമാണ്. എന്തുണ്ടെങ്കിലും എന്ത് ആരെങ്കിലും അസുരന്മാർ വരട്ടെ, ബക്കാസുര ആവട്ടെ, അഘാസുര ആവട്ടെ, പ്രണാവത്തെ പിന്നെ ഭഗവാൻ കുട്ടിയായിരുന്നു, പക്ഷെ പ്രലംബാസുര ആവട്ടെ, ഏത് അസുരൻ വരട്ടെ, കാളിയാവട്ടെ, അല്ലെങ്കിൽ തീപിടുത്തമാവട്ടെ, എന്തുണ്ടെങ്കിലും കുട്ടികൾ വേറെ എവിടെയും പോവില്ല, ഭഗവാനെ കൃഷ്ണ 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 എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം കുട്ടികൾക്ക് അറിയാം ഭഗവാൻ കൃഷ്ണന്റെ മേൽ അത്രയും സ്നേഹമാണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കൃഷ്ണൻ മതി, കൃഷ്ണൻ ഞങ്ങളെ നോക്കിക്കൊള്ളുന്ന ഒരു വിശ്വാസവും ഒരു സ്നേഹവും അങ്ങനെ ഭഗവാന്റെ മേളിലുണ്ട്. അപ്പൊ ഈ ഭക്തന്മാരായ ഭഗവാന് സുഹൃത്തന്മാരായിട്ട് ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുക? കാരണം ഈ കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട, കളിച്ചാൽ മതി ഭഗവാന്റെ ഒപ്പം. ഭഗവാൻ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഭഗവാൻ ഇത് കണ്ടില്ല, നമ്മൾ എല്ലാ ഫോട്ടോയിലും നോക്കൂ നിങ്ങൾ, ഭഗവാൻ നടുവിലാണ്, കുട്ടികളൊക്കെ ചുറ്റും ഭഗവാൻ നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന് ഭക്ഷണം കൊടുക്കണം, ഭഗവാൻ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണം, ഭഗവാന്റെ ഒപ്പം കഴിക്കണം, ഭഗവാന്റെ ഒപ്പം കളിക്കണം, ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അതിനനുസരിച്ചിട്ട് ഭഗവാൻ അവരുടെ ഒക്കെ ഒപ്പം ഭഗവാൻ പ്രതികരിക്കും, ഭഗവാൻ അവരോടൊപ്പം അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോ 12ാമത്തെ അധ്യായം 10ാമത്തെ സ്കന്ധത്തില് 12ാമത്തെ അധ്യായത്തിൽ ശുക്ദേവ് ഗോസ്വാമി വർണ്ണിക്കുകയാണ് എന്ത് ഭംഗിയായിട്ടാണ് ഭഗവാൻ രാവിലെ നീക്കും, വേഗം പുലർച്ചെയാകുമ്പോൾ നീക്കി വന്ന് നീറ്റ് കുളിച്ച് റെഡി ആയിട്ട് പറയും അമ്മയോട്, എനിക്കിന്ന് ഞങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ പോവാണ് ഫോറസ്റ്റിലേക്ക്, ഞങ്ങളൊക്കെ വനഭോജനത്തിന് പോവാണ്, അപ്പോൾ എല്ലാം എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും, ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും പോയി കഴിക്കുകയാണ്, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഭഗവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക, ഭഗവാന്റെ അടുത്ത് ഈ ഫോട്ടോയിൽ കാണാനുണ്ടോ, അതെ ഈ ഒരു 3ാമത്തെ ഫോട്ടോയിൽ കണ്ടുവച്ചാൽ ഈ ഒരു സഖയുടെ അടുത്ത് ഒരു ഹോൺ പോലെ സാധനം ഉണ്ടാവും, കാണാനുണ്ടോ നമുക്ക്? ഒരു വട്ടത്തിലൊരു സാധനം, ഇങ്ങനെ ഒരു ഹോൺ പോലെ ഒരു സാധനമാണ്. അപ്പോ അത് വെച്ച് ഊതും, ചില കുട്ടികൾ ശംഖ് ഊതും, ചില കുട്ടികൾ ഫ്ലൂട്ട് വായിക്കും, ഇങ്ങനെ വിളിച്ച് എല്ലാരും വിളിക്കുകയാണ്. പല വീട്ടിൽ നിന്ന് എല്ലാരും കൊണ്ടുവരാണ്, വരൂ സുബൽ സഖ, പിന്നെ മധുമംഗൽ, ഇങ്ങനെ എല്ലാരും മണ്ഡലി ഭദ്ര എല്ലാരും വിളിക്കുകയാണ് ഭഗവാൻ, വരൂ നമുക്കൊക്കെ പോവാന്ന് പറഞ്ഞ ഒരു രഥയാത്ര പോലെ ഭഗവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പല ഫ്രണ്ട്സൊക്കെ ആയി വിളിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി
അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ഓരോരുത്തർ ഇങ്ങനെ ആഡ് ആയിട്ടും കൊണ്ടേ പോവാണ്. പല സഹസ്ര സഖ എന്നാ പറയണേ, പല കുറേ അധികം ഭഗവാന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭഗവാൻ ഒരുമിച്ച് ഇങ്ങനെ പോവാണ്. ഭഗവാൻ ഫോറസ്റ്റിലേക്ക് വനത്തിലേക്ക് പോവാണ്, വൃന്ദാവനത്തില് ഉള്ളിലേക്ക് വനത്തിൽ പോവാണ്. അപ്പോ ഇവരൊക്കെ പോകുമ്പോ ഇവരുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഒരു വടി ഉണ്ടാവും. ആ വടിയിൽ ഒരു തുണിയില് കഴിക്കാൻ പോണ ഭക്ഷണം, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് കൊടുത്തു വിടില്ലേ നമ്മൾ ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, അതുപോലെ ഭഗവാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് പോവാണ്. ഒരു വടിയുണ്ട്, ആ വടിയിൽ ഒരു എന്താ പറയാ ഒരു തുണി കെട്ടിയിട്ട് അതിൽ ഭക്ഷണം വെച്ച് കൊണ്ടുപോവാണ്. അപ്പൊ അത് എടുത്തിട്ടുണ്ട് എല്ലാവരും കയ്യില്. ഈ വക ശംഖും ഈ ഹോണും പിന്നെ ഫ്ലൂട്ടും ഇതൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് പൈക്കുട്ടികളെയും കൊണ്ടുപോവാണ്. അവരൊക്കെ എടുത്ത് ഓടുകയാണ്. എല്ലാവരും നടക്കുകയാണ്, ഭയങ്കര ഒരു എന്തൂസിയാസമിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോവും. അപ്പൊ പോയ ഉടനെ കഴിക്കാതിരിക്കില്ല, കാരണം കളിക്കണ്ടേ നമുക്ക്. മെയിൻ അതല്ല ഉദ്ദേശം, എല്ലാവരും ഇരുന്ന് കളിക്കണം, ഫോറസ്റ്റിലൊക്കെ അവിടെയൊക്കെ കറങ്ങണം. അപ്പൊ ഭഗവാൻ പോവും എല്ലാവരുമായിട്ട്. അപ്പൊ എല്ലാവരും ആദ്യം എന്താ ചെയ്യാ ഭഗവാനെ യശോദാദേവി വളരെയധികം ഭംഗിയായിട്ട് എന്താ പറയാ ഈ രത്നങ്ങളും പേൾസും സ്റ്റോൺസും ഡയമണ്ട്സ് ഒക്കെ വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യും. വളരെയധികം എന്താ പറയാ അലങ്കരിച്ചിട്ടാണ് വിടുക. കുളിപ്പിച്ച് നല്ലോണം ചന്ദനൊക്കെ തേച്ച് നല്ല വിലയുള്ള നല്ല ആഭരണങ്ങളൊക്കെ ഇടിയിച്ച് യശോദാദേവി അയക്കും ഭഗവാനെ. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുക, കൃഷ്ണന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുക അതൊക്കെ മാറ്റും. അതൊന്നും വേണ്ട നമുക്ക് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പൂ കൊണ്ട് മാല ഉണ്ടാക്കും ഭഗവാന് വേണ്ടി. ആ മാല ഇടിയിക്കും. ഭഗവാൻ നന്നായി ഈ പകിടി പറയില്ലേ, തലപ്പാവ് കെട്ടും. നല്ല ഭംഗിയായിട്ട് ഒരു പകിടി കെട്ടിയിട്ട് അതില് ഭഗവാന് വേണ്ടി ഭഗവാന്റെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെക്കും. ഇങ്ങനെ പൂക്കളുടെ ഒരു ചെറിയ ഗുച്ഛ, ഒരു ബൊക്കെ പോലെ ചെറുതായിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് അത് വെക്കും. അതുപോലെ ഫ്രൂട്ട്സ് വെക്കും, ഫ്ലവേഴ്സ് വെക്കും, ഇലകൾ വെക്കും. അപ്പൊ നമ്മളിന്ന് കാണില്ലേ, നമ്മൾ ഓരോ അമ്പലത്തിൽ ഭഗവാനെ അലങ്കരിച്ച് കാണും, ഫോട്ടോസ് ഒക്കെ കാണും. രാധാമാധവ് മായാപൂരിലോ രാധാ ശ്യാം സുന്ദർ വൃന്ദാവനിലോ ആ വക ഭഗവാനെ അലങ്കരിക്കണൊക്കെ ഇതുപോലെയാണ്. ഭഗവാന്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഭഗവാനെ അലങ്കരിച്ച്, എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തില് ശുക്ദേവ് ഗോസ്വാമി വർണ്ണിച്ചിട്ടുള്ള വെച്ചാൽ അതുപോലെ വർണ്ണിക്കുകയാണ് ഭഗവാനെ. അത് വർണ്ണിച്ച് ഇതിനെല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. അതുപോലെ ഭഗവാനെ ഇവിടെ ഈ പലതരം മണ്ണ് ഉണ്ടാവും. വൃന്ദാവനത്തില് പല കളറിൽ മണ്ണ് കാണും. ഇപ്പൊ നമ്മളിപ്പോ തന്നെ എപ്പോഴും ഉണ്ട്, അജ്നോഖ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ചെറിയ ഒരു ഗ്രാമമാണ്. ആ ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഞ്ജനി ശീല എന്ന് പറഞ്ഞ ശീല ഉണ്ട്. പറഞ്ഞ അഞ്ജനി പറഞ്ഞ കൺമഷി. ആ കല്ലിന്റെ മുകളിൽ നമ്മൾ വെറുതെ കൈയോണ്ട് ഇങ്ങനെ അമർത്തിയാൽ മതി, ഇങ്ങനെ തേച്ചാൽ കൺമഷി വരും, കരികരിയായിട്ട് വരും. അങ്ങനെ ആ സമയത്ത് പല കല്ലുകളിലും മുകളിൽ പല പല കളറ് വരും. അപ്പൊ ആ കളറൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് ചില പൂക്കളൊക്കെ പിഴിഞ്ഞ് ഇലകളൊക്കെ പിഴിഞ്ഞ് അതിൽ പല കളറൊക്കെ ഉണ്ടാക്കി ഭഗവാനെ ആ കളർ കൊണ്ടൊക്കെ വരയ്ക്കും. ഭഗവാന്റെ മുഖത്തൊക്കെ വരയ്ക്കും. പല പല ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കും, പൂക്കൾ ഉണ്ടാക്കും, ഇലകൾ ഉണ്ടാക്കും. അപ്പൊ ഒരു സഖ വന്ന് ഈ ഭാഗം വർണ്ണിക്കും, ഈ ഭാഗം അലങ്കരിക്കും. ഒരു കൂട്ടുകാരൻ വന്ന് ഈ ഭാഗം അലങ്കരിക്കും. ബിക്കോസ് എന്താ വെച്ചാൽ എല്ലാവർക്കും ചാൻസ് വേണമല്ലോ, എനിക്ക് അലങ്കരിക്കണം. പക്ഷെ ഭഗവാൻ പാവം നിന്ന് കൊടുക്കും, അവർക്കൊക്കെ അലങ്കരിക്കും. അപ്പോഴേക്ക് മൂന്നാമത്തെ ഒരു കൂട്ടുകാരൻ വന്ന് പറയും, അയ്യോ ഇതൊക്കെ മാറ്റിട്ടെ ഇനി ഞാൻ ചെയ്യട്ടെ പറയും. അപ്പൊ ഭഗവാൻ അവർക്കും ഒരു ചാൻസ് കൊടുക്കും, അവരൊക്കെ വരയ്ക്കും. പിന്നെ ഇവരൊക്കെ കൂടി കളിക്കും. എല്ലാവരും ഫ്ലൂട്ട് വായിക്കും ചിലവര്. പിന്നെ കുറച്ച് വികൃതി നല്ലോണം ഉണ്ട്, നമ്മളറിയാലോ ഉണ്ണിക്കണ്ണന് വികൃതിക്ക് ഒരു കുറവില്ല. അപ്പൊ ഈ കൂട്ടുകാരുടെ ചില ആൾക്കാർ എല്ലാവരും ടീം കൂടി ഒരു കൂട്ടുകാരനെ വേറെ വെക്കും. അവന്റെ ഭക്ഷണം എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കും, മണ്ണിന്റെ അടിയിലും കുഴിച്ചു മൂടുവോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കും. പിന്നെ അവൻ പാവം കഴിക്കാതിരിക്കുമ്പോൾ തെരയും, എവിടെ എന്റെ ഭക്ഷണം എവിടെ പോയി, എനിക്കൊന്നും കഴിക്കാനില്ലല്ലോ. അപ്പൊ എല്ലാവരും ഇവർ ചിരിക്കും, കണ്ടോ ഞങ്ങളെല്ലാരും കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്, നിനക്ക് മാത്രമില്ല, നീ മാത്രം ഒന്നും കൊണ്ടുവന്നില്ല പറഞ്ഞപ്പോ അവനെ ഒറ്റപ്പെടുത്തി. അവൻ ആകെ കൂടി കരയാനാവുമ്പോ പിന്നെ ഇല്ല 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 ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അതുപോലെ ഈ കുട്ടികളുടെ ഫ്ലൂട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൂട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും, ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ ഒന്ന് ഒളിപ്പിച്ച് വെക്കും, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ഒളിച്ചിട്ട് എടുക്കും. പിന്നെ ഒരു കൃഷ്ണന്റെ അടുത്ത് ഉണ്ടാവും. അപ്പൊ ആ കുട്ടി കൃഷ്ണ എനിക്ക് തരൂ എന്ന് പറയുമ്പോൾ കൃഷ്ണ വെറുതെ അതാ വന്ന് എടുത്തോ ഇങ്ങനെ പറയും. അപ്പൊ കുട്ടി പാവം ഓടി വരും കൃഷ്ണന്റെ അടുത്ത് നിന്ന് എടുക്കാൻ പോകുമ്പോഴും കൃഷ്ണ അത് എറിഞ്ഞ് വേറെ ഒരു കുട്ടിയുടെ അടുത്ത് കൊടുക്കും. അപ്പൊ പാവം ഈ കുട്ടി ഓടി ഓടി അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി ആ കുട്ടിയുടെ അടുത്ത് എടുക്കാൻ നോക്കുമ്പോൾ ആ കുട്ടി എറിഞ്ഞ് ബലരാമന്റെ അടുത്തേക്ക് എറിയും. അങ്ങനെ പാവം ആ കുട്ടി എല്ലാവിധ ഫ്രണ്ട്സിന്റെ ഒപ്പം ഓടി 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 പാവം ഒടുവിൽ ക്ഷീണിച്ച് കരയാനാവുമ്പോ ഭഗവാൻ പറയും ഇല്ല ഇല്ല ഇതാ വെച്ചോ പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഇവര് തമ്മിൽ കുറെ വികൃതി കാണിച്ച് കളിച്ച് ഇനി തമ്മിൽ വികൃതി കഴിഞ്ഞാൽ പിന്നെ അവിടെ വൃന്ദാവനത്തിലുള്ള പശുക്കളോ ആനിമൽസിന്റെ ഒപ്പം ബേർഡ്സിന്റെ ഒപ്പം ഒക്കെ വികൃതി കാണിക്കും. അതായത് അവിടെ ഈ നമ്മുടെ
ബേർഡ്സ് ഒക്കെ പറക്കില്ലേ, പക്ഷി പറക്കുമ്പോ മോളിന്ന് അത് പറക്കുമ്പോ അതിന്റെ ഒരു നിഴല് വരും, ഷാഡോ വരും താഴെ. അപ്പൊ അതിന്റെ ഒപ്പം ഓടാൻ നോക്കും. പക്ഷി ഫാസ്റ്റ് ആയിട്ട് പറക്കും, അതിന്റെ ഒപ്പം ഓടാൻ പറ്റുന്നില്ല, പക്ഷെ അതിന്റെ ഒപ്പം ഓടാൻ നോക്കും. അപ്പൊ റേസ് വെക്കും, ആരാണ് പക്ഷിയുടെ നിഴലിന്റെ ഒപ്പം ഓടുക എന്ന് പറഞ്ഞ് റേസ് വെക്കും. അങ്ങനെ അത് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് ഈ നമ്മുടെ മയൂര നൃത്യം ഉണ്ടാവില്ലേ, പീകോക്ക്, അത് ഡാൻസ് കളിക്കുമ്പോൾ അതിന്റെ അടുത്ത് പോയി അതുപോലെ ചെയ്യാൻ നോക്കും. അതുപോലെ ഇവരെല്ലാരും ഡാൻസ് കളിക്കും. അപ്പോൾ പീകോക്ക് തോന്നും, അയ്യോ ഇതെന്താ ഇങ്ങനെ എന്റെ മാതിരി എന്റെ പോലെ കാണിക്കണേന്ന് നോക്കും. അങ്ങനെ പിന്നെ നമ്മുടെ കുക്കു, കുക്കുവിന് എന്താ മലയാളത്തിൽ പറയാ എനിക്ക് ഓർമ്മ കുയിലല്ലേ? കുയിൽ, കുയിലാണോ? കുയിലല്ലേ കുയിൽ. കുയിൽ, അതെ. അത് ഒച്ച ഉണ്ടാക്കുമ്പോ അപ്പൊ അതുപോലെ ഒച്ച ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ അത് കുക്കു ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും, അതുപോലെ ഇവർ ഒച്ച ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ആ കുക്കുവിന് ആകെ ഒരു നാണോ, അയ്യോ ഇതെന്താ ആരാ എന്നെ പോലെ ചെയ്യണേ പറഞ്ഞ് അത് കുറച്ച് ഒരു നാണായിട്ട് ഇലകളുടെ ഇടയിൽ പോയി ഒളിച്ചു പോകും. അങ്ങനെ ഈ കുരങ്ങന്മാര് നമ്മൾ ഇന്നും വൃന്ദാവനത്തില്, എനിക്കറിയില്ല ആരൊക്കെയാ പോയിട്ടുള്ളത്, അപ്പൊ ഇന്നും വൃന്ദാവനില് കുരങ്ങന്റെ ഭയങ്കര ഒരു എന്താ പറയാ വികൃതിയാണ്. അവര് വന്ന് നമ്മുടെ കണ്ണട കൊണ്ടുപോകും, നമ്മുടെ മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുപോകും, ബാഗിൽ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകും, കഴിക്കാൻ എന്തെങ്കിലും മറന്നിട്ടും കൂടി കഴിക്കാൻ ഒന്നും കയ്യിൽ വെക്കാൻ പാടില്ല, അതൊക്കെ കൊണ്ടുപോകും. ആ വികൃതി അന്ന് മുതൽ ഇന്ന് വരെ അതുപോലെ തന്നെ ഉണ്ട്. അന്നും കുട്ടികൾ കുരങ്ങന്റെ ഒപ്പം വികൃതി കാണിക്കും. ചെറിയ ചെറിയ കുരങ്ങന്റെ വാല് പിടിച്ച് വലിക്കും. അപ്പൊ അതിന്റെ അമ്മ വന്ന് പിന്നെ മുഖമൊക്കെ ഉണ്ടാക്കി പേടിപ്പിക്കും. അപ്പൊ അത് കണ്ട് പേടിച്ച് ഈ കുട്ടികളൊക്കെ ഓടിപ്പോവും. അത് കഴിഞ്ഞ് ഈ കുരങ്ങന്റെ വാല് പിടിച്ച് ഓരോ മരത്തിന് കുരങ്ങൻ അങ്ങോട്ട് ഇങ്ങോട്ടും ചാടുമ്പോ അതിന്റെ ഒപ്പം ഇവരും ചാടും. അങ്ങനെ കുരങ്ങന്റെ ഒപ്പം വികൃതി, പിന്നെ പീകോക്കിന്റെ ഒപ്പം വികൃതി, അങ്ങനെ എല്ലാം വികൃതിയൊക്കെ കാണിച്ച് ഭഗവാൻ വളരെയധികം സന്തോഷമാണ്. കാരണം ഞാൻ എന്താ ഇത് വർണ്ണിക്കാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഭഗവാന്റെ ഭക്തനായ ഈ സുഹൃതന്മാർക്ക് ഇതാണ് ഭഗവാന്റെ അടുത്ത് വേണ്ടത്. അപ്പൊ ഭഗവാൻ അതാണ് അവർക്ക് കൊടുക്കുന്നത്. ഭഗവാൻ കാണിച്ച വിശ്വരൂപം കാണിച്ച് അങ്ങനെ ഇരിക്കാം, പക്ഷെ അതല്ല, ആ കുട്ടികൾക്ക് എന്താണ് ഭഗവാന്റെ മുകളിൽ എത്രയും സ്നേഹം, അപ്പൊ അതിലെന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഭഗവാൻ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ പോയാൽ കുറേ നേരം പറയാം, പക്ഷെ ഞാനിപ്പോ ഇവിടെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ലൈഡ് പോവാം. ഭഗവാനും ഭഗവാന്റെ മാതാപിതാവായ നന്ദദേവരും യശോദാദേവിയായിട്ടുള്ള ഒരു സംബന്ധം, അത് ഇനിയൊരു വേറൊരു ഫ്ലേവർ തന്നെയാണ്, വേറൊരു കളറാണ്, വേറൊരു ഒരു മൂഡാണ് അതിൽ വരുന്നത്. അപ്പം ഭഗവാന്റെ ചെറിയ ലീലകൾ, ചെറിയ പ്രായത്തിൽ ലീലകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ വളരെ ഭംഗിയായിട്ട് സുഖദേവ് ഗോസ്വാമി, അതേപോലെ നമ്മുടെ പല ആചാര്യന്മാർ, കവി കർണപൂർ, ജീവ ഗോസ്വാമി, ഇവരൊക്കെ വളരെ ഭംഗിയായിട്ട് അവരവരുടെ വ്യാഖ്യാനത്തിൽ ഇതൊക്കെ നന്നായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതില് പറയും, ഭഗവാൻ ചെറിയ കുട്ടിയായി മുട്ടുകുത്തി നടക്കാൻ തുടങ്ങുമ്പോൾ മുട്ടുകുട്ടി അവിടെ എവിടെയൊക്കെ ഓടിക്കൊണ്ടേയിരിക്കും. യശോദാദേവിയും രോഹിണിയും ദേവിയും വീട്ടിലിരുന്ന് മണ്ണിന്ന് എന്താ പറയാ നമ്മുടെ തൈര് കലക്ക് അല്ലെങ്കിൽ വീട്ടിലത്തെ ഓരോ ജോലി ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ അവരുടെ നോട്ടം എപ്പോഴും ഉണ്ടാവും, കുട്ടികൾ എന്താ ചെയ്യണേ, ഭയങ്കര വികൃതിയാണല്ലോ. അപ്പോ ഭഗവാനും ബലറാമനും ഇങ്ങനെ ജാനുഭ്യാം സഹ പാണിഭ്യാം എന്നാ പറയാ, അതായത് ഭഗവാൻ മുട്ടും കുത്തി ഇങ്ങനെ വലിച്ചു നടക്കുകയാണ്. അപ്പൊ നടന്നു പോകുമ്പോൾ ഈ ഫസ്റ്റ് ഫോട്ടോയിൽ നമുക്ക് കാണാം, ഈ ഒരു പൈക്കുട്ടിയുടെ വാലുമ കയറി പിടിക്കും ഭഗവാൻ. വാലുമ കയറി പിടിക്കുമ്പോ ആ പൈക്കുട്ടിക്ക് പേടിയാവും, അയ്യോ എന്താ പറ്റി, ആരെന്റെ വാല് പിടിച്ചതെന്ന് ആ പൈക്കുട്ടി ഓടാൻ തുടങ്ങും. അത് ഓടുമ്പോ ഭഗവാന് പേടിയാവും, എന്താ അതൊക്കെ ഇളകാൻ തുടങ്ങണം, എന്താ എങ്ങടാ ഞാൻ പോണേ. അപ്പൊ ഒന്നുകൂടി മുറുക്കി പിടിക്കും വാല്. ഭഗവാനും അതിന്റെ പിന്നാലെ ഉരുണ്ട് പൈക്കുട്ടി ഓടുകയാണ്, ഭഗവാൻ പിന്നിലും ഉരുണ്ട് പോവാണ്. അത് കണ്ട് ബലരാമന് പേടിയാവും, അയ്യോ എന്താ ആവണേ മനസ്സിലാവണില്ല. രണ്ട് കുട്ടികളും നിലവിളിക്കാൻ തുടങ്ങും. അപ്പോ യശോദാദേവിയും രോഹിണി ദേവിയും വന്ന് രണ്ടുപേരും വെടിയിച്ചിട്ട് ഇരുത്തി മനസ്സിലാക്കും, പാവം അവരെ സമാധാനപ്പെടുത്തും, പിന്നെ എന്തെങ്കിലും മധുരം കഴിക്കാൻ കൊടുക്കും, പിന്നെ ശരിയായിക്കോളും. അതുപോലെ പറയും, ഭഗവാൻ ചെറിയ കുട്ടിയാവും, ഭയങ്കര വികൃതിയാവും. അപ്പോൾ എന്തെങ്കിലും മുള്ളുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി തൊടാൻ നോക്കും, അത് പോയി അമർത്താൻ നോക്കും. ഇല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ വായിൽ കൈയിടാൻ നോക്കും. ഈ പശുവിന്റെ കൊമ്പിന്റെ മുകളിൽ കൈ വെച്ച് നോക്കാൻ നോക്കും, അയ്യോ ഷാർപ്പുണ്ടോ കുത്തുണ്ടോ നോക്കാൻ, അങ്ങനെ അമർത്തും. അപ്പൊ ഇതൊക്കെ കുട്ടികൾ തീ കണ്ട അതിൽ കൈയിടും. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ വികൃതി കാരണം അമ്മയ്ക്ക് എപ്പോഴും ശ്രദ്ധ കൃഷ്ണന്റെ മുകളിലാണ്, ഭഗവാൻ എവിടെ, എന്താ ചെയ്യണേ, കൃഷ്ണൻ എന്താ ചെയ്യണേ, ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്യണേ, എന്താ ഇനി അടുത്ത വികൃതി പുറപ്പെട്, അങ്ങനെ അങ്ങനെ എപ്പോഴും ആ ഒരു ഭാവത്തിലാണ്. അതേപോലെ ഭഗവാൻ
ചെറിയ കുട്ടിയാവുമ്പോൾ മുട്ടുകുത്തി നടക്കുന്ന പ്രായമല്ലേ, അപ്പോൾ മുകളിൽ കാണില്ലല്ലോ, ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ സമയത്ത് ബൃന്ദാവനത്തിലെ എല്ലാ ഗോപികളമാരും യശോദാദേവിയൊക്കെ ഒരേപോലെ ആയിരിക്കും. ഈ പാവാടയും വസ്ത്രം ധരിച്ചിട്ടും കാലിൽ ഗൊലുസും അങ്ങനെ നടക്കുകയായിരിക്കും അവിടെ കോട്ടിയാടിൽ അങ്കണത്തില്, എന്താ പറയാ, മുറ്റത്ത് നടക്കുകയായിരിക്കും. അപ്പോ കൃഷ്ണനും ബലറാമനും ഇങ്ങനെ ഇങ്ങനെ മുട്ടുകുത്തി പോവും. ഏതോ ഒരു ഗോപിയുടെ അടുത്ത് പോയി ഇങ്ങനെ പാവാട ഇങ്ങനെ വലിക്കും. അപ്പോ വലിച്ച് നോക്കുമ്പോ ആ ഗോപി ഇങ്ങനെ താഴെ നോക്കും. അപ്പൊ തിരിച്ചു നോക്കും, ഭഗവാൻ നോക്കും, അയ്യോ ഇതെന്റെ അമ്മയല്ലല്ലോ, ഇത് വേറെ ആരോ ആണ് പറഞ്ഞ് വിട്ടിട്ട് വേഗം ഓടിപ്പോയി നോക്കും, അമ്മ എവിടെ തിരയും. അപ്പൊ യശോദാദേവി വന്ന് ഭഗവാനെ എടുത്ത് വെക്കും. ഭഗവാൻ ഇങ്ങനെ പേടിച്ചിരിക്കും. നമ്മൾ ചെറുപ്പ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ പരിചയക്കേട്, അതേ ഇവിടുന്ന വരണേ. ഭഗവാനും ഉണ്ടായിരുന്നു പരിചയക്കേട്. അപ്പൊ ഇങ്ങനെ ബാക്കികളെ ഗോപികളൊക്കെ കണ്ടിങ്ങനെ നോക്കും, ഓടിപ്പോട്ടോ, പോയി പാവാടയൊക്കെ വലിക്കും. പിന്നെ നോക്കും, അയ്യോ അത് വേറെ ആരോ പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് ഓടിയിട്ട് പേടിച്ചിട്ട് വന്ന് യശോദാദേവിയുടെ അടുത്തിരിക്കും. അതുപോലെ ബലരാമൻ രോഹിണി ദേവിയുടെ അടുത്ത് വന്നിരിക്കും. അതേപോലെ വികൃതി കാണിക്കും, കുറുമ്പ് കാണിക്കും ഭഗവാൻ. നമ്മൾ ദാമോദര ലീല എല്ലാവരും വളരെയധികം മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ലീലയാണ്. വർഷമായിട്ട് ഒരു മാസം മുഴുവൻ നമ്മൾ ഈ ലീലയെക്കുറിച്ച് സ്മരിക്കും. അതിലെന്തായി വെച്ചാൽ ഞാൻ ചുരുക്കത്തിൽ പറയാട്ടോ, എല്ലാവർക്കും അറിയണ കഥയാണ്. ഭഗവാന് യശോദാദേവി പാല് കൊടുക്കുകയാണ്. അപ്പോ ഭഗവാൻ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അടുപ്പത്ത് വെച്ച പാല് തിളച്ചു പോണു. അപ്പോ യശോദാദേവി ഭഗവാനെ വിട്ടിട്ട് അത് നോക്കാൻ പോയി. ആ ദേഷ്യത്തിൽ ഭഗവാൻ എല്ലാ വക മണ്ണ് പാത്രവും എല്ലാ മൺകുടങ്ങളും പൊട്ടിച്ചിട്ടു. അതിന്ന് മോരും തൈരൊക്കെ വന്ന് പുറത്ത് വന്നു. എന്നിട്ട് ഭഗവാൻ അത് പേടിച്ചു പോയി, ഇനി അമ്മ എന്നെ വലുതും ശിക്ഷിക്കുകയോ അടിക്കുകയോ എന്ന് വെച്ചാൽ ഓടിപ്പോവാണ്. ആ ഭയത്തിൽ ഓടുന്ന ഫോട്ടോ ആണ് ഇപ്പൊ നടുവിൽ കാണുന്നില്ലേ, രണ്ടാമത്തെ ഫോട്ടോ. അപ്പോ യശോദാദേവിയെ പേടിച്ച് ഓടുകയാണ്. ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് യമരാജാവും, ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് ബാക്കി എല്ലാവരും നിൽക്കണം. പക്ഷെ ഈ ഭഗവാൻ ഇന്ന് യശോദാദേവിയെ പേടിച്ചിട്ട് കണ്ണിൽ ഒരു ആതങ്ക നേത്രം, നമ്മുടെ ആതങ്കാണ്, കണ്ണിൽ ഭയങ്കര പേടിയാണ്. ഹിന്ദിയില് ആതങ്ക് എന്ന് പറഞ്ഞ ആതങ്ക്വാദി എന്ന് പറയില്ലേ, ടെററിസ്റ്റിനെയാണ് ആതങ്ക്വാദി പറയാ. ആതങ്ക് എന്ന് വെച്ചാൽ ടെറർ, ഒരു ഭയം, ഭയങ്കര ഒരു പേടി. ഭഗവാന്റെ കണ്ണിൽ ആ ഒരു പേടി, ആ പേടി വെച്ച് ഭഗവാൻ നോക്കുകയാണ്. യശോദാദേവി കണ്ട ഇനി പിന്നെ സ്പീഡിൽ ഓടും. പിന്നെ തിരിഞ്ഞു നോക്കി, യശോദാദേവി പാവം കുറച്ച് വലുതാണ്, വയസ്സാണ്, അപ്പൊ ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓടുന്നുണ്ട് പാവം. യശോദാദേവി ഓടുകയാണ്, ഭഗവാൻ ഓടുകയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ കൂടി യശോദാദേവി ഭഗവാനെ പിടിച്ചു ഉരലിൽ കെട്ടും. അപ്പൊ ഈ കഥ നമുക്കറിയാം. അപ്പോ എന്താണ് ഇത് പറയാൻ കാരണം വെച്ചാൽ, ഭഗവാന് ഒരു യശോദാദേവി, ഒരു അമ്മയ്ക്ക് എന്താണ് ഏറ്റവും അധികം എക്സ്പെക്ടേഷൻ, എന്താണ് ഏറ്റവും അധികം ആഗ്രഹം ഉണ്ടാവുക? എനിക്ക് കുട്ടിയെ കാണണം, കുട്ടി വികൃതി കാണിച്ചും കുട്ടിയുടെ കളിയും നോക്കണം, കുട്ടിയെ ശാസിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടണം, കുട്ടിയെ നോക്കാൻ പറ്റണം, എനിക്ക് കുട്ടിയെ നന്നായി ഭംഗിയായി നോക്കി വളർത്തി കൊണ്ടുവരണം. ഇതാണ് ഒരു അമ്മയുടെ ഒരു ആഗ്രഹം. അപ്പൊ ആ ഒരു ആഗ്രഹത്തെ ഫുൾഫിൽ ചെയ്യാൻ ഭഗവാൻ ആ ഒരു രൂപം എടുത്ത് ആ മൂഡിലാണ് റെസിപ്രോക്കേറ്റ് ചെയ്യണത്. ആ ഒരു മൂഡിലാണ് ഭഗവാൻ യശോദാദേവിക്ക് സന്തോഷം നൽകണത്. ആ ഒരു മൂഡിലാണ് ഭഗവാൻ യശോദാദേവിയുടെ ഒപ്പം പ്രതികരിക്കണത്. എന്താണ് യശോദാദേവിയുടെ ആഗ്രഹിച്ചാൽ അതാണ് ഭഗവാൻ കറക്റ്റായിട്ട് അതിനെ ഫുൾഫിൽ ചെയ്യണത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം. അതുപോലെ നന്ദമഹാരാജാവിന്റെ ഒരു ചെറിയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഭഗവാൻ കൃഷ്ണന് അമ്മയും അച്ഛനും ഭയങ്കര അധികം ഇഷ്ടമാണ്. യശോദാദേവിക്കും നന്ദബാബറിനും വേണ്ടിയും ഭയങ്കര അധികം സ്നേഹമാണ് ഭഗവാന്റെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഒരു സമയത്ത് ഏകാദശി കഴിഞ്ഞ് വ്രതം നോറ്റ് പിറ്റേ ദിവസം ദ്വാദശി ദിവസം രാവിലെ പുലർച്ചെ ആവുമ്പോൾ നന്ദബാബർ നദിയിൽ കുളിക്കാൻ പോയി. അപ്പൊ കുളിക്കാൻ പോയപ്പോ നദിയുടെ ഭഗവാൻ വരുൺ ദേവതയുടെ ചില അസിസ്റ്റൻസ് എന്ത് ചെയ്തു, തെറ്റി സമയത്താണ് കുളിക്കാൻ വന്നിട്ടുള്ളത്. ശരിക്കും പുലർച്ചെ ആകുമ്പോൾ കുളിക്കണം, പക്ഷെ വേഗം വന്നു, ഈ സമയത്ത് കുളിച്ചാൽ തെറ്റാണ്, അപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടുപോകും പറഞ്ഞു വരുൺ ദേവതയുടെ അസിസ്റ്റൻസ് വന്നിട്ട് നന്ദബാബരെ പിടിച്ചു വരുൺ ലോകത്ത് കൊണ്ടുപോയി. അപ്പോ എല്ലാരും പേടിച്ചു, കൃഷ്ണ ഇനി എന്താ ചെയ്യണേ? അപ്പൊ കൃഷ്ണൻ സ്വയം, കാരണം കൃഷ്ണന് നന്ദബാബരെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് നന്ദബാബന്റെ മുകളില്. അതേപോലെ നന്ദ മഹാരാജാവിനും ഭഗവാന്റെ മുകളിൽ ഭയങ്കര അധികം സ്നേഹമാണ്. കാരണം പല വർഷങ്ങളായി നടന്ന ഇന്ദ്രപൂജ ഭഗവാന് വേണ്ടി നന്ദബാബർ നിർത്തി ഗോവർദ്ധൻ പൂജയായി അത് മാറ്റി. നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ട്. പല വർഷങ്ങളായി ഇന്ദ്രനെ പൂജ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു എല്ലാവരും, പല ജനറേഷനായിട്ട് പൂജ ചെയ്യായിരുന്നു. പക്ഷെ ഭഗവാൻ ചോദിച്ചു, നമ്മൾ എന്തിനാ ഇന്ദ്രനെ പൂജിക്കണേ? പല കാരണങ്ങൾ കൊടുത്തു. നമ്മൾ ശരിക്കും ഗോവർദ്ധനെയാണ് പൂജിക്കണേ. ഗോവർദ്ധനാണ് ഞങ്ങളുടെ പശുക്കൾക്കൊക്കെ
പുല്ലും ഞങ്ങളുടെ എല്ലാവർക്കും കളിക്കാനുള്ള സ്ഥലവും എല്ലാം ഞങ്ങളുടെ ഗോവർദ്ധന കാരനാണ് ആവണേ എന്ന് പറഞ്ഞ് ആ ഫുൾ പൂജ ഇന്ദ്രനെ വിട്ട് ഇപ്പൊ ഗോവർദ്ധനിലേക്ക് മാറ്റി. അത് നന്ദ മഹാരാജാവ് അത് സ്വീകരിച്ചു. കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, അയ്യോ എന്ത് വേണച്ചാ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കാണ്ട് അത്രയും സ്നേഹമാണ് നന്ദബാബറിന്. അതേപോലെ ഭഗവാനും അത്രയും സ്നേഹമാണ് ഭഗവാന്റെ അച്ഛന്റെ മുകളിൽ. അപ്പൊ അച്ഛൻ എങ്ങനെ വരുൺ ദേവത കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഭഗവാൻ വരുൺ ലോകത്തിലേക്ക് പോയി. അപ്പൊ വരുൺ ദേവതയോട് ചോദിച്ചു, എന്താ എന്റെ അച്ഛനെ എങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല, അത് എന്റെ സേവകന്മാരാണ് ചെയ്തത്, അവർക്ക് അത്ര ബുദ്ധിയില്ല, അവർക്ക് അറിയില്ല ആരാണ് നന്ദ മഹാരാജാവ് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ക്ഷമിക്കണം, ദാ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പറഞ്ഞ് കൊടുക്കും. അപ്പൊ നന്ദബാബ വീട്ടിൽ വന്ന് പറയും യശോദയോട്, നിങ്ങളുടെ കൃഷ്ണൻ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയപ്പോ അവരൊക്കെ കൃഷ്ണനെ അറിയണു, അവര് കൃഷ്ണൻ നമസ്കരിക്കണു, അപ്പൊ ഇത് വലിയ ആളാ തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ കഥ അവിടെ വിടും. അപ്പോ എന്താ പറയാൻ കാരണം വെച്ചാൽ, അപ്പൊ ഭഗവാൻ എവിടെ ഭഗവത്തെ കാണിക്കണോ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് വേണ്ടത്, ആ ഒരു വിധത്തിലാണ് ഭഗവാൻ സ്നേഹിക്കണത് യശോദയ്ക്കും നന്ദബാബുവിനും. അതുകൊണ്ട് രൂപഗോസ്വാമി ഒരു ഭംഗിയായിട്ട് ഒരു ശ്ലോകം പറയും, ശ്രുതിം അപരേ സ്മൃതിം ഇതരേ ഭാരതാം അന്യേ ഭജന്തു ഭവഭീത അഹം ഇഹ നന്ദം വന്ദേ യസ്യാലിന്ദേ പരം ബ്രഹ്മ. ഇതിന് എൻ്റെ ഗുരു മഹാരാജാവിൻ്റെ അടുത്താണ് കേട്ടത്. വളരെ ഭംഗിയായിട്ട് മഹാരാജ അത് പറഞ്ഞുതരും. മഹാരാജ് പറയും, പല പേര് അതായത് ശ്രുതി സ്മൃതി എന്ന വേദങ്ങളെ പൂജിക്കുകയായിരിക്കാം. ഭാരതാം അന്യേ പല പേര് അതല്ലെങ്കിൽ മഹാഭാരതത്തെ പൂജിച്ച് അത് മഹാഭാരതത്തെ കാര്യമായിട്ട് വർഷിപ്പ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആയിരിക്കും. എല്ലാവരും ശരി, എല്ലാവരും ഓക്കെ. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അഹം ഇഹ നന്ദം വന്ദേ, ഞാൻ നന്ദദേവരെ നന്ദ മഹാരാജാവിനെ ഞാൻ വന്ദിക്കുന്നു, ഞാൻ അവരെ പ്രാർത്ഥിക്കുന്നു. കാരണം യസ്യാലിന്റെ പരംബ്രഹ്മം ഭഗവാൻ പൂർണ്ണ പുരുഷോത്തം ശ്രീകൃഷ്ണ ഭഗവാൻ, എല്ലാവിധ യൂണിവേഴ്സിനെയും കൺട്രോളായ ശ്രീ ഭഗവാൻ കൃഷ്ണൻ, ആ കൃഷ്ണൻ യസ്യാലിന്റെ, അങ്ങനെ ഒരു കൃഷ്ണൻ ഈ നന്ദബാബയുടെ മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ എനിക്ക് എല്ലാവരും സൈഡിലാണ്, നന്ദബാബയാണ് എനിക്ക് അധികം ഞാൻ വന്ദിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ രൂപ് ഗോസ്വാമി എഴുതും ഇവിടെ. അങ്ങനെ ഭഗവാന്റെ പല റിലേഷൻ ഉണ്ട്. ഭഗവാൻ സന്ദീപനി മുനിയായിട്ടുള്ള ഭഗവാന്റെ വേറൊരു മൂഡാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം, കാരണം കുറച്ച് കവർ ചെയ്യാണ്ട്. ഞാനൊരു 5-10 മിനിറ്റിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സന്ദീപനി മുനിയായിട്ട് ഭഗവാൻ സ്വയം ഭഗവാനാണ്. പക്ഷെ നമുക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ എന്തായാലും നമുക്ക് ഒരു ഗുരു ആവശ്യമാണ്. അത് കാണിക്കാൻ വേണ്ടി തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അതായത് നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിച്ച് ആ ഗുരുവിനെ സേവിക്കണം. ആ ഗുരുവിനെ സേവിച്ചതിന് ശേഷം ആ ഗുരുവിന്റെ അടുത്ത് തത്വജ്ഞാനം നമ്മൾ ലാഭിക്കണം. അത് നമുക്ക് പ്രത്യക്ഷമായി ഗീതയിൽ പറഞ്ഞു മാത്രമല്ല, പക്ഷെ ലൈവായിട്ട് എക്സാമ്പിളും കാണിച്ചു തന്നു. അങ്ങനെ സന്ദീപനി മുനിയായിട്ട് ഭഗവാൻ ഒരു 64 കലയും പഠിച്ചു. വളരെയധികം ഒരു സിൻസിയറായ ഒരു സ്റ്റുഡൻറ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ സന്ദീപനി മുനിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഗുരുദക്ഷിണയായിട്ട് തരേണ്ടത് ചോദിച്ചപ്പോൾ സന്ദീപനി മുനി പറഞ്ഞു, എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചു തരാൻ പറ്റുമോ? എൻ്റെ ചെറിയൊരു മകൻ പോയി നല്ല ഒരു മഹാസാഗരത്തിൽ പോയപ്പോൾ ആ കുട്ടി മരിച്ചുപോയി, തിരിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ കൃഷ്ണനും ബലരാമനും നമുക്ക് ആ രണ്ടാമത്തെ ഒരു ഫോട്ടോയിൽ കാണാം. ഉടനെ ഓടിപ്പോയി പ്രഭാസ മഹാസാഗരത്തിൽ പോയി സാഗരോട് ചോദിച്ചു, കുട്ടിയെ തിരിച്ചു തരൂ, ഞങ്ങളുടെ ഗുരുമഹാരാജാവിന്റെ കുട്ടിയാണ്, എനിക്ക് വേണം പറയും. അപ്പോ ആ മഹാസാഗരം വന്ന് പ്രാർത്ഥിച്ചു പറയും, ഞാനല്ല എടുത്തത്, അതാ ശരിക്കും എൻ്റെ ഉള്ളത് ഒരു രാക്ഷസനുണ്ട്, പഞ്ചജന എന്ന് പറഞ്ഞ രാക്ഷസനുണ്ട്, അങ്ങോരാണ് കൊണ്ടുപോയത് പറയും. അപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടി മഹാസാഗരത്തിൽ പോയി ആ പഞ്ചജന രാക്ഷസൻ, ആ രാക്ഷസൻ എങ്ങനെയാ വെച്ചാൽ ശംഖാണ് രാക്ഷസന്റെ ശരീരത്തിൽ. അപ്പോൾ അങ്ങനെ പോയി രാക്ഷസനെ വധിക്കും. ആ ശംഖ് എടുക്കും. അപ്പൊ നോക്കുമ്പോൾ കിട്ടില്ല, കുട്ടി കയ്യിലില്ല. അപ്പൊ ശരി പറഞ്ഞ കൃഷ്ണൻ ആ ശംഖ് എടുക്കും. ആ രാക്ഷസന്റെ പേര് പഞ്ചജന. ആ രാക്ഷസന്റെ ശരീരത്തിന്റെയാണ് ശംഖ് എടുത്തത്. അതുകൊണ്ടാണ് ഭഗവാന് ശംഖിന്റെ പേര് പാഞ്ചജന്യം എന്ന പേര്. നമ്മൾ ഭഗവത്ഗീതയിൽ വായിക്കല്ലോ, പാഞ്ചജന്യം ഋഷികേശ്. ആ ശംഖാണ് ഭഗവാൻ ഓതുക. അപ്പൊ ആ ശംഖ് എടുത്തിട്ട് ഭഗവാൻ യമരാജാവിന്റെ അടുത്ത് പോകും. അവിടെ എത്തിയിട്ട് ആ ശംഖ് വലിക്കും. അപ്പൊ യമരാജാവ് പുറത്തു വരും.
നമസ്കരിക്കും, പ്രാർത്ഥിക്കും, ഭഗവാന്റെ തൃപ്പാദങ്ങൾ തൊട്ട് സേവിക്കും. കൃഷ്ണനും ബലരാമനും ഇന്ന് ഇങ്ങോട്ട് വന്നുവല്ലോ, എൻ്റെ വളരെയധികം സൗഭാഗ്യമാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സേവിക്കേണ്ടതെന്ന് യമരാജാവ് ചോദിക്കും കൃഷ്ണനോടും ബലരാമനോടും. അപ്പൊ അവര് പറയും, ഞങ്ങളുടെ ഗുരുവിന്റെ കുട്ടിയുണ്ട്, അവരെ തിരിച്ചു തരണം, ഗുരുവിന്റെ ഇളയ പുത്രൻ നിങ്ങളുടെ അടുത്താണ്, തിരിച്ചു തരണം പറയും. അങ്ങനെ പറഞ്ഞ് ശരി യമരാജാവ് പറയും, കൊണ്ടുപോയിക്കോളൂ പറയും. അങ്ങനെ കൊണ്ടുപോയി സന്ദീപനി മുനി എടുത്ത് കൊടുക്കും. അപ്പൊ സന്ദീപനി മുനി വളരെയധികം അനുഗ്രഹിക്കും. അപ്പോ ഭഗവാനെ അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഒരു തിരിച്ചു നമ്മൾ നോക്കുമ്പോൾ ഒരു വിചിത്രമായ ഒരു 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 ഐഡിയ ആണ് അല്ലെ. ഭഗവാന്റെ അടുത്ത് നമ്മൾ അനുഗ്രഹം വാങ്ങാൻ പോകും. നമ്മൾ ആരും അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ അനുഗ്രഹിച്ചു വരില്ലല്ലോ. പക്ഷെ സന്ദീപനി മുനിയുടെ ഒരു ഭാവം നോക്കൂ. സന്ദീപനി മുനിക്ക് ഭഗവാനെ ശിഷ്യനായിട്ട് കാണണം. ആ ഒരു മൂഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഭഗവാൻ ശിഷ്യനായി വന്ന് സന്ദീപനി മുനിയെ സേവിച്ച് ഭഗവാൻ സന്ദീപനി മുനിയുടെ അടുത്ത് ആശീർവാദം വാങ്ങി. അപ്പോൾ എങ്ങനെയാണ് ആ ഭക്തന് വേണ്ട വെച്ചാൽ ആ മൂഡിൽ ഭഗവാൻ മാറി മാറി ഓരോ റോൾ എടുക്കുകയാണ്. അതുകൊണ്ട് ഭാഗവതത്തില് ഭഗവാൻ ഇത് സുധാമയോട് പറയാണ്. ഭഗവാൻ 10ാമത്തെ സ്കന്ധത്തില്, നാഹം ഇജ്ജെ പ്രജാതിഭ്യാം തപസാ ഉപശമേനവ തുഷ്യം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയ യഥ. അതായത് ഭഗവാൻ പറയാൻ, നാഹം ഇജ്ജെ തുഷ്യമാ, ദാറ്റ് ഈസ്, അതായത് എന്നെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തണം, എന്നെ സന്തോഷിക്കണം വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? പ്രജാതിഭ്യം, നിങ്ങൾ ബ്രാഹ്മൺ ദീക്ഷയായിട്ട് അങ്ങനെ ബ്രാഹ്മണിക്കൽ, അത് അങ്ങനെ ഒരു ബ്രാഹ്മണനായ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? അല്ല തപസ, അതായത് പലവിധം തപസ്യ ചെയ്ത എന്നെ നിങ്ങൾ പ്രീതിപ്പെടുത്താൻ പറ്റുമോ? ഉപശമേന, അതായത് പലവിധ വ്രതങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്താൻ പറ്റുമോ? ഭഗവാൻ പറയും, അല്ല. സർവഭൂതാത്മാ, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അപ്പൊ എനിക്കറിയാം എല്ലാവരും എങ്ങനെയാണുള്ളത്. അപ്പൊ എന്താണ് എന്നെ പ്രീതിപ്പെടുത്തുക? ഗുരു ശുശ്രൂഷയാ യഥ. ഒരു വ്യക്തി, ഒരു ഭക്തൻ ഗുരുവിനെ ശുശ്രൂഷിക്കുക, അതായത് ഗുരുവിനെ സേവിക്കുക, ഗുരുവിന്റെ വാക്കുകൾ പാലിക്കുക, ഗുരുവിന് വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കുക. അങ്ങനെ ആര് ജീവിക്കോ എനിക്ക് അവരാണ് ഏറ്റവും അധികം എനിക്ക് സ്നേഹം, അവരാണ് എനിക്ക് ഏറ്റവും അധികം പ്രീതിപ്പെടുത്തുക. തുഷ്യേയം, അവരെ കാരണമാണ് ഞാൻ ഏറ്റവും അധികം സാറ്റിസ്ഫൈ ആവാന്ന് പറയും. അപ്പൊ അത് കാണിച്ചു തരാൻ ഭഗവാൻ സാന്ദീപനി മുനിയുടെ വാക്ക് പാലിച്ച് സാന്ദീപനി മുനിയെ സേവിച്ച് സാന്ദീപനി മുനിയുടെ ഗുരുദക്ഷിണയായിട്ട് കുട്ടിയെ കൊണ്ടയാക്കി. അതുപോലെ ഭഗവാൻ മഥുരയിൽ കയറുമ്പോൾ അത് വേറൊരു ലീലയാണ്. ഇത് ഞാൻ ചുരുക്കി പറയാണ്, കുറെ നല്ല വിസ്തരിച്ച ഒരു ലീലയാണ്. ഭഗവാൻ മഥുരയിൽ പോകുമ്പോൾ പല ആൾക്കാരാണ് ഉള്ളത്. ഇത് നമ്മളിപ്പോ നോക്കി പല എക്സാമ്പിൾ വേറെയാണ് നോക്കി ഭഗവാൻ എങ്ങനെയാ റെസിപ്രോക്കേറ്റ് ചെയ്യണേ. പക്ഷെ ഭഗവാൻ വൃന്ദാവനം വിട്ട് മഥുരയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഉണ്ട്, പല ആൾക്കാരാ നിൽക്കണേ. സ്ത്രീകള്, പുരുഷന്മാർ, കുട്ടികള്, അങ്ങനെ പല പല ജാതി, പല മതം, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഭഗവാനെ വേറെ ഒരു രൂപത്തിലാണ് നോക്കണേ. എല്ലാവരുടെയും ഭഗവാനെ നോക്കണ വിധം വേറെയാണ്. പല എക്സ്പെക്ടേഷനും പല മൂഡിലും പല ഭാവത്തിലാണ് ഇവരൊക്കെ ഭഗവാനെ നോക്കണേ. അപ്പൊ അവരെല്ലാരെയും ഭഗവാൻ അവർക്ക് വേണ്ടിയുള്ള എന്താ പറയാ, അവരുടെ മൂഡ് അനുസരിച്ചിട്ട് ഭഗവാൻ അതുപോലെ പ്രതികരിക്കും. അപ്പോ നോക്കാൻ പോയിച്ചാൽ ആദ്യം ഒരു ആള്, ഒരു വാഷർമാൻ എന്താ പറയാ, അപ്പോ അലക്കുകാരനോ അല്ലേ? അതെ. അപ്പോ ഒരു അലക്കുകാരൻ വരും. അപ്പൊ ഭഗവാൻ ചോദിക്കും, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭഗവാൻ ചോദിക്കും, അതെനിക്ക് തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് തരുമോ? ഞങ്ങള് വൃന്ദാവനം വരുമ്പോ ചെറിയ സിമ്പിൾ ആയിട്ട് ക്ലോത്ത്സ് അല്ലേ, ബ്രജവാസി ഒരു പശു മേയ്ക്കുന്ന ഒരു കുട്ടിയായിട്ടാ വന്നത്. പക്ഷെ ഇവിടെ വലിയ ഒരു രാജ്യത്ത് വരുമ്പോൾ ചോദിക്കും, എനിക്ക് നല്ലൊരു വസ്ത്രം തരുമോ ഇടാനൊക്കെ. അപ്പോൾ ആ അലക്കുകാരൻ പറയും, ഇല്ല ഞാൻ തരില്ല, ഇത് കംസന് വേണ്ടിയാണ്, നിങ്ങളൊക്കെ പശുവിനെ മേയിച്ച് നടക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളൊന്നും തരില്ല പറയും. അപ്പോൾ ഭഗവാൻ ഒരു തുമ്പ് കൊണ്ട്, ഒരു നഖം കൊണ്ട് തൊട്ട് അലക്കുകാരനെ ഇല്ലാതാക്കും, നഷ്ടപ്പെടുത്തും. കാരണം ആ ഒരു മൂഡിലാണ് വരുന്നത് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ ആ ഒരു മൂഡിലാണ് യേ യഥാമാം പ്രപദ്യത്തെ. അപ്പൊ ഭഗവാൻ അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അതുപോലെ ആ സമയത്ത് വേറൊരു ഒരു തുണി വസ്ത്രം ഉണ്ടാക്കുന്ന ആള് വന്ന് ഭഗവാൻ നല്ല നല്ല ഭംഗിയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അത് ഭഗവാൻ വളരെ സ്നേഹത്തോടെ അത് സ്വീകരിക്കും. അങ്ങനെ ഒരു സുധാമ എന്ന് പറഞ്ഞ ഒരു ഗാർഡനർ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു ഫ്ലോറിസ്റ്റ് എന്ന് പറയും.
പൂ കെട്ടണം, പൂമാല കെട്ടണ ആള്. അപ്പൊ അങ്ങൊരു വീട്ടിലിരുന്ന് അങ്ങോർക്ക് ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കംസന് വേണ്ടി പൂ പറിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒളിച്ച് ബൃന്ദാവനത്ത് പോയി അവിടെ ഭഗവാൻ കളിക്കുന്നതും ഒക്കെ നോക്കി ഭഗവാനെ ചിലപ്പോൾ പൂവിന്റെ പുഷ്പങ്ങളും പുഷ്പഗുച്ഛമൊക്കെ കൊടുക്കും ഭഗവാന്. അപ്പൊ അങ്ങനെ ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ഈ സുദാമ എന്നുള്ള ഒരു പൂക്കാരൻ വീട്ടിലിരുന്ന് പൂമാല കെട്ടുകയാണ്. അപ്പൊ ഭഗവാൻ എല്ലാവരോടും ചോദിക്കും, എവിടെയാണ് സുദാമ, എനിക്ക് സുദാമ ആ പൂക്കാരനെ കാണണം എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വയമായിട്ട് അങ്ങോരുടെ വീട്ടിൽ പോയി ഭഗവാൻ ആ പൂമാല സ്വീകരിച്ച് ഭഗവാൻ എടുക്കും. അപ്പോൾ ആ ഭക്തന്റെ ഒരു മൂടാണ്. കാരണം കംസനൊക്കെ ഉള്ള കാരണം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ പാവമായിട്ട് വീട്ടിലിരുന്ന് ഭക്തി ചെയ്യാണ്, ശബരിയെ പോലെ വീട്ടിലിരുന്ന് ഭക്തി ചെയ്യായിരുന്നു. ഭഗവാൻ സ്വയം അടുത്തേക്ക് വന്നു. അതുപോലെ കുബ്ജയുടെ കഥയും കേട്ടിട്ടുണ്ട്. കുബ്ജ 3 ഭാഗമായിട്ട് ത്രിവക്ര, 3 ഭാഗത്ത് എന്താ പറയാ വക്രമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭഗവാനെ ഭയങ്കര സ്നേഹമാണ്. ഭഗവാനെ കണ്ടപ്പോ ഭഗവാൻ അത് മനസ്സിലാക്കി, കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കി. ഭഗവാൻ കുബ്ജ കാലുകൊണ്ട്, ഫോട്ടോയിൽ കാണാണ്ടല്ലോ, കാലുകൊണ്ട് അമർത്തി ഈ ചിന്നിങ്ങനെ പിടിച്ച് വലിച്ചു, താടി കൊണ്ട് വലിച്ചു. അപ്പൊ കുബ്ജ നേരെ ആവാന്ന് മാത്രമല്ല വളരെ ഭംഗിയായി കുബ്ജ ശരിക്കും പറയാച്ച ഭൂമിദേവിയാണ്. അപ്പൊ ഭൂമിദേവിയുടെ ഒരു അവതാരമാണ്. അപ്പൊ ഭൂമിദേവി വന്ന് ഈ അസുരന്മാരുടെ ഭാരം കാരണം വക്രമായി പോയതാണ്. അപ്പൊ ഭഗവാൻ വന്ന് കാണിക്കുകയാണ് ഭൂമിദേവിനെ നേരെയാക്കിയിട്ട്, ഞാൻ പേടിക്കണ്ട, ഞാൻ എപ്പോഴും ഉണ്ട്, ഞാൻ ഈ അസുരന്മാരൊക്കെ വധിച്ച് ഭൂമിദേവിയെ ശരിയാക്കാം എന്ന് പറഞ്ഞ് കാണിച്ചു തരാണ് ഇവിടെ കുബ്ജയായിട്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ കുബ്ജയുടെ ഒപ്പം പോവും. അങ്ങനെ മഥുരയിൽ വരുമ്പോൾ പല ഭക്തന്മാരുടെ പല മൂഡാണ്, അതിനനുസരിച്ച് ഭഗവാൻ അതത് ഭക്തന് വേണ്ടിയിട്ട് അതത് സ്നേഹം പ്രകടിപ്പിക്കും. ഫൈനലി നമ്മൾ നോക്കും, ഇതൊക്കെ ഭക്തന്മാരുടെ കഥ നോക്കി. ഇനി വേറെ ചില ഇന്റൻഷൻ വെച്ചിട്ടോ ദുരുദ്ദേശം വെച്ചിട്ടോ ഭഗവാന്റെ അടുത്ത് വരുന്ന ആൾക്കാരിൽ ചില പേരാണ് പല അസുരന്മാരാണ്. അതിലൊന്നാണ് പൂതന. പൂതന വന്ന് ഭഗവാനെ എന്തിനാണ് വന്നത്, ഭഗവാന്റെ ഒപ്പം കളിക്കാനോ അല്ല പല വൃന്ദാവനത്തെ ബ്രജഗോപികളെ പോലെ അല്ല വന്നത് ഭഗവാനെ കളിക്കാനോ ഭഗവാന്റെ ഒപ്പം കളിക്കാനോ ഭഗവാനെ വല്ലതും കൊടുക്കാനോ സ്നേഹിക്കാനോ അല്ല വന്നത്, ഭഗവാനെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. 6 വയസ്സായ കുട്ടീനെ കൊല്ലണം എന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം. അത്രയും ദുരുദ്ദേശം വെച്ചിട്ടാണ് പൂതന വന്നത്. വിഷം കൊണ്ടുവന്നപ്പോ പക്ഷെ ഭഗവാൻ അതൊന്നും നോക്കിയില്ല. ഭഗവാൻ എന്താ നോക്കിയേ, ഈ സ്ത്രീ എൻ്റെ അമ്മയെ പോലെ നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചിട്ടും ബ്രജവാസിമാരെ പോലെ വസ്ത്രം ധരിച്ചും ഒരു അമ്മയുടെ ഭാവം വെച്ചാണല്ലോ എൻ്റെ അടുത്തേക്ക് വരണേ. അപ്പോ എനിക്കത് മാത്രം മതി. അപ്പോ ആക്ച്വലി ശരിക്കും എങ്ങനെയാ വെച്ചാൽ പൂതന വരുമ്പോ ഭഗവാനെ എടുക്കുമ്പോ ഭഗവാൻ കണ്ണടയ്ക്കും. അപ്പോ കണ്ണടയ്ക്കുമ്പോ ഭഗവാന്റെ മനസ്സിൽ എന്തൊക്കെയാ ചിന്ത ഉള്ളതെന്ന് എൻ്റെ ഗുരുമഹാരാജാവ് 20 കാരണങ്ങൾ തരും. 20 കാരണങ്ങൾ. നമ്മൾ കഥ കേൾക്കുമ്പോൾ വെറുതെ വിചാരിക്കും ആ പൂതന വന്നു, ഭഗവാൻ നോക്കി കണ്ണടച്ചു, പൂതന തരണ പാല് സ്വീകരിച്ചു, അങ്ങനെ പൂതനയുടെ ശരീരം പോയി, പൂതനെ വധിച്ചു വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓരോരോ ചെറിയ കാര്യം ഡീറ്റെയിൽസ് ഉണ്ട്. ഭഗവാൻ കണ്ണടയ്ക്കുമ്പോൾ 20 റീസൺസ് ആണ് തരുന്നത്. അതായത് എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കണേ, ഭഗവാൻ വിചാരിക്കുകയാണ് ഈ സ്ത്രീ ഇങ്ങനെ നല്ല രൂപത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നിൽ നമ്മൾ ഫോട്ടോയിൽ കണ്ടില്ലേ, ഫോട്ടോയിൽ കാണാം പൂതന ഉണ്ട്, പിന്നിൽ പൂതനയുടെ ഭയങ്കരമായ രൂപമുണ്ട്. അപ്പൊ ശരിക്കും ഈ സ്ത്രീ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ എനിക്ക് അത് കാണണ്ട പറഞ്ഞ് ഭഗവാൻ കണ്ണടക്കുകയാണ്. പിന്നെ ഭഗവാൻ കണ്ണടയ്ക്കും, വിചാരിക്കും പൂതന അവൾ എന്ത് വേണമെച്ചാ വിചാരിച്ച് വന്നോട്ടെ, എനിക്കതൊന്നും കാണണ്ട, എനിക്ക് അവള് പാവം അമ്മയെ പോലെ എനിക്ക് സ്നേഹം തരുന്നുണ്ട്, എനിക്കത് മാത്രം സ്വീകരിക്കണം പറഞ്ഞ് കണ്ണടക്കുകയാണ്. അങ്ങനെ പല ഉദാഹരണങ്ങൾ, പല ആചാര്യന്മാരുടെ വ്യാഖ്യകളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ. അപ്പോ ഇതിൽ നമ്മൾ നോക്കാം, പൂതന തന്ന പാല് സ്വീകരിച്ചു. പാല് സ്വീകരിക്കാൻ മാത്രമല്ല, പൂതനയ്ക്ക് ഒരു അമ്മയുടെ ഗതിയാണ് കൊടുത്തത്. വെറുതെ പൂതനയുടെ വധിച്ച് മാത്രമല്ല, പൂതനയ്ക്ക് ഒരു അമ്മയുടെ സ്ഥാനം കൊടുക്കുകയാണ്. ഇപ്പൊ 2-3 സ്ലൈഡിന്റെ മുമ്പ് നമ്മൾ കണ്ടു ഭഗവാൻ അമ്മയുടെ ഒപ്പം എന്തായിരുന്നു റിലേഷൻ, യശോദാ ദേവിയുടെ ഒപ്പം ഭഗവാൻ എന്തായിരുന്നു സ്നേഹം, എങ്ങനെയാണ് ഭഗവാൻ യശോദാ ദേവിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥാനം ഒരു ദുരുദ്ദേശം വെച്ച് വന്ന ഒരു സ്ത്രീക്ക് ആ ഒരു സ്ഥാനം കൊടുത്തു. അപ്പൊ എന്താ പറയാ അല്ലെ, ഭഗവാന്റെ കരുണയെ പറ്റിയിട്ട് നമുക്ക് എത്ര സംസാരിച്ചാലും എത്ര പറഞ്ഞാലും അതിന് ഒരു എന്താ പറയാ എൻഡില്ല. എൻ്റെ ഗുരുമഹാരാജാവ് പറയും, ഈ ആകാശത്തെ അത്ര നമുക്ക് പേജ് തന്നിട്ടും, ഈ ഭൂമിയിലെ എത്ര ഓഷൻ, അതായത് മഹാസാഗരത്തിന് അത്ര നമുക്ക് ഇങ്ക് തന്നാലും, നമുക്ക് സരസ്വതി ദേവി സ്വയം വന്നിട്ട് എഴുതിയാലും നമുക്ക് ഭഗവാനെ കുറിച്ച് എഴുതി സംസാരിച്ച് കഴിയില്ല. അത്രയധികം ഉണ്ട് ഭഗവാനെ കുറിച്ച് പറയാൻ. അപ്പോൾ
അങ്ങനെ പൂത്തന ദേവി വന്നു, പൂത്തനയ്ക്ക് അമ്മയുടെ ഗതി കൊടുത്തു. പക്ഷെ അതേപോലെ ശിശുപാലൻ, അടുത്ത ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾസ്. ശിശുപാലൻ വന്നു എപ്പോഴും ഭഗവാനെ കുറിച്ച് ഇത് കുറ്റം, ആ കുറ്റം, ഈ കംപ്ലൈന്റ്, ഇങ്ങനെയാണ് ഭഗവാൻ, അങ്ങനെയാണ്, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെ അങ്ങനെ അങ്ങനെ പലവിധ കാര്യങ്ങളും ഭഗവാനെ കുറിച്ച് ശിശുപാലൻ പറഞ്ഞു. പക്ഷെ ലാസ്റ്റില് 100ാമത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, 100 കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ സുദർശന ചക്രം വിട്ടു, ശിശുപാലൻ വധിച്ചു. പക്ഷെ വധിച്ചു അത് മാത്രമല്ല, അവിടെയല്ല കഥ ഉണ്ടാവണത്. അവിടെ ശിശുപാലന്റെ ആത്മാവ് വന്ന് യുധിഷ്ഠിര മഹാരാജാവ് കാണും. ശിശുപാലന്റെ ആത്മാവ് വന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ന് ചേരും. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കും ഭഗവാനോട്, ഇത്രയൊക്കെ ഒരു മോശമായ ഒരു വ്യക്തിയായിരുന്നു, എപ്പോ കണ്ടാലും നിങ്ങളെ പറ്റി കുറ്റം പറയാ, എപ്പോ കണ്ടാലും നിങ്ങളെ താഴ്ത്തി പറയാ, അവസരം നോക്കി നിൽക്കുകയായിരിക്കും നിങ്ങളെ പറ്റി താഴെ പറയാൻ. അങ്ങനെ ഒരു ശിശുപാലനെ നിങ്ങൾ എങ്ങനെയാണ് ഭഗവാന് ഈ ഒരു ഗതി കൊടുത്തത്, അതായത് നിങ്ങളുടെ ഒപ്പം എടുത്തു കൊണ്ടുപോയത്, ഇങ്ങനെ ഒരു മോക്ഷം കൊടുത്തത് എന്ന്. അപ്പോൾ ഭഗവാൻ പറയും, ശിശുപാലൻ ആ തെറ്റ് ചെയ്തു എന്ന് മാത്രമാണ് നോക്കുന്നത്, പക്ഷേ ശിശുപാലൻ എപ്പോഴും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, എന്നെ പറ്റി എന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു മതി എനിക്ക്, ആ ഒരു എന്താ പറയാ ഗുണം മതി. അപ്പൊ വാസ്തവത്തില് ശിശുപാലൻ വന്ന ജയവിജയന്മാരിലാണ്. അപ്പൊ ഒടുവിലത്തെ ആയില്ലോ, ലീല കഴിഞ്ഞു. ഹിരണ്യകശിപും ഹിരണ്യാക്ഷനായിട്ടായി, അത് രാവണ കുംഭകർണനായിട്ടായി, ഇതില് ശിശുപാലനായിട്ടായി. അപ്പോ ദന്തവക്രം ശിശുപാലായിട്ട് ശിശുപാലനായിട്ട് കഴിഞ്ഞു. ലാസ്റ്റില് 3ാമത്തെയും കൂടി ഒരു അസുരന്റെ രൂപം എടുത്തു കഴിഞ്ഞാൽ ജയവിജയ തിരിച്ചു ഭഗവാന്റെ ലോകത്തേക്ക് പോയതാണ്. പക്ഷെ എന്താ പറയാൻ കാരണം വെച്ചാൽ, ഇവിടെ ഈ ഒരു എക്സാമ്പിളില് നമ്മൾ ശിശുപാലനെ നോക്കി, പൂത്തനെ നോക്കി. അപ്പോൾ പൂത്തനെ പറ്റി നോക്കുമ്പോൾ അത് കണ്ടില്ലേ, പൂത്തന മോക്ഷത്തിന്റെ കഥയിൽ ഒടുവിൽ ശുകദേവ് ഗോസ്വാമി ഈ ഒരു വരം കൊടുക്കുകയാണ് എല്ലാവർക്കും. ഏതത് പൂത്തന മോക്ഷം കൃഷ്ണസ്യാർഭകം അദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭത്തെ രഥം. അതായത് ഈ പൂതന മോക്ഷത്തിന്റെ കഥ, ഏതത് പൂത്തന മോക്ഷം കൃഷ്ണസ്യ അർഭകം അദ്ഭുതം, അതായത് ഭഗവാൻ കൃഷ്ണന്റെ ബാലലീല, അർഭകം ചെറുപ്പത്തിലൊരു ലീലയാണ്, അദ്ഭുതമായ ലീലയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഒരു വിഷം കൊടുത്ത് വന്ന ഒരു സ്ത്രീയെ ഒരു അമ്മയുടെ ഗതി കൊടുക്കണ ഒരു ഭഗവാൻ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ആ പൂതന മോക്ഷത്തെ കഥയെ, പൂതനയ്ക്ക് കിട്ടിയ മോക്ഷത്തെ കുറിച്ച് നമ്മൾ കേട്ട് അത്ഭുതിക്കണ്ടല്ലോ. അതൊന്നും വലിയ കാര്യമല്ല. കാരണം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ, അതായത് മർത്യ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ മരണം വരുമല്ലോ. അപ്പൊ നമ്മളെ പോലെ ആൾക്കാരാൾ ഈ ശൃണുയാത് ശ്രദ്ധയോടെ ഭഗവാന്റെ പൂതന മോക്ഷത്തെ കഥ ശൃണുയാത് കേട്ടുവെച്ചാ ഗോവിന്ദേ ലഭത്തെ രഥം, നമുക്ക് ഭഗവാനെ കിട്ടും. നമുക്ക് ഭഗവാനെ രതിയോടെ, അതായത് സ്നേഹത്തോടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്ന് ഒരു കൺഫർമേഷൻ, സ്റ്റാമ്പ് പേപ്പർ കൺഫർമേഷൻ ആണ് ശുകദേവ് ഗോസ്വാമി ഇവിടെ തരുന്നത്. ഏതത് പൂതന മോക്ഷം കൃഷ്ണസ്യാർഭകം അദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭത്തെ രഥം. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തീർച്ചയായും പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മാതാജി സ്റ്റാർട്ടിങ് നല്ല ഭംഗിയായിട്ട് ഭഗവാന്റെ നല്ല ഫ്രണ്ട്സിനെ പറ്റിയും നല്ല പാണ്ഡവന്മാരെ പറ്റിയും അതേപോലെ അച്ഛനമ്മമാരെ പറ്റി പറഞ്ഞു. അപ്പോ പെട്ടെന്ന് എന്താ ഇപ്പോ ഭഗവാന്റെ അസുരന്മാരെ പറ്റി കുറിച്ച് സംസാരിച്ച് ടോപ്പിക്ക് ക്ലോസ് ചെയ്യണം വെച്ചാൽ, നമ്മള് ഭഗവാന്റെ പാണ്ഡവന്മാരാവട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ സഖകളോ ഭഗവാന്റെ അച്ഛനമ്മയോ ഗുരുവോ ഇവരെ പറ്റി ആലോചിക്കുമ്പോഴും ഇവർക്ക് ഭഗവാൻ നൽകിയ പ്രേമത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് എന്താണ് ഹോപ്പ് ഉള്ളത്, ഞാൻ അച്ഛനും അല്ല, അമ്മയും അല്ല, ഫ്രണ്ടും അല്ല, ഇത്രയും നിറഞ്ഞ വളരെയധികം അനർത്ഥങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, കാമ ക്രോധ ലോഭ ഇത്യാദി എന്നുള്ള വളരെ അനർത്ഥങ്ങളുണ്ട്. അപ്പൊ എനിക്ക് വല്ലതും ആവോ, എനിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ, എനിക്ക് വല്ല ഹോപ്പ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പൂത്തനെ പറ്റിയും ശിശുപാലനെ കുറിച്ചൊക്കെ സംസാരിക്കാം. കാരണം ഭഗവാൻ വേറെ ഒന്നും നോക്കണില്ല. പൂത്തന വിഷമെടുത്ത് വന്നു, നമ്മളാരും എനിക്ക് തോന്നുന്നില്ല ഭഗവാന് പ്ലേറ്റിൽ വിഷമെടുത്ത് ഓഫറിങ് ചെയ്യും, നമ്മൾ നേദിക്കില്ല വിഷമൊന്നും. അപ്പൊ അത്ര മോശമല്ല നമ്മുടെ സ്ഥിതി. എന്നാലെങ്കിലും ഭഗവാൻ നമുക്ക്, പൂതനയ്ക്ക് ഭഗവാൻ ഒരു അമ്മയുടെ ഗതി കൊടുത്തു വെച്ചാൽ നമ്മളെയൊക്കെ ഭഗവാൻ നോക്കാണ്ടിരിക്കില്ല അല്ലെ? നമ്മൾക്ക് വേണ്ടി ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് വിചാരം പാടില്ല. ഭഗവാൻ എപ്പോഴും ഉണ്ട്, എപ്പോഴും നമ്മൾ എന്ത് സ്ഥിതിയിലുണ്ടോ, നമ്മൾ എങ്ങനെ ഉണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. നിങ്ങളൊക്കെ മാതാജിമാരാണ്, അമ്മമാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുട്ടികൾ ചെറിയ കുട്ടിയാവുമ്പോൾ എന്തെങ്കിലും മലമൂത്രം ഉണ്ടെങ്കിൽ വിചാരിക്കില്ലല്ലോ, അയ്യോ ചീത്ത കുട്ടി, തൊടാണ്ടിരിക്കില്ല. ഈ അമ്മ നിങ്ങൾ തന്നെ ഈ കൈകൊണ്ട് ആ കുട്ടിയെ എടുത്ത് വൃത്തിയാക്കി ആ നെഞ്ചോടെ വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ. നമ്മൾ എന്ത്
അവഗുണങ്ങളോ എന്ത് അനർത്ഥങ്ങളോ എന്തുണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ ഒരു അമ്മയെ പോലെ സ്നേഹിക്കും. കൃഷ്ണ ഭക്ത വത്സലനാണ്. അതായത് കൃഷ്ണൻ ഭഗവാൻ ഒരു അമ്മയെ പോലെ നമ്മളെ സ്നേഹിക്കും. അപ്പോ ഭഗവാൻ പലവിധ രൂപത്തിൽ പലവിധ ആൾക്കാരുടെ അടുത്ത് പലവിധ രൂപത്തിലാണ് സ്നേഹിക്കണത്. ആ ഒരു തീമാണ് നമുക്ക് ഇന്ന് പ്രഭുപാദ് ഇവിടെ പുറപ്പോട്ടിൽ പറഞ്ഞു തന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരിച്ചു ഞാൻ ആ ഒരു സെക്ഷൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം, നമ്മളെല്ലാവരും ചർച്ച ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി എനിക്ക് സാധാരണ ഇരിക്കുമ്പോൾ തോന്നില്ല, ഈ വിശ്വാസം ഉണ്ടാവില്ല. ചിലപ്പോൾ തോന്നും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഭഗവാൻ ശരിക്കും നോക്കണ്ടോ, ഇങ്ങനെ നമുക്കൊരു മനസ്സിൽ തോന്നൽ ആലോചന വരും. പക്ഷെ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അവസരമുള്ളപ്പോൾ ഞാനും ഇരുന്ന് വലുതും വായിക്കാൻ നോക്കും, എന്തെങ്കിലും ശ്രദ്ധിക്കും, എന്തെങ്കിലും മനസ്സിൽ ഉൾക്കൊണ്ടാൻ നോക്കും. അപ്പോൾ എൻ്റെ ഒരു റിയലൈസേഷന് വേണ്ടി, എൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. നിങ്ങളെല്ലാവരും എന്നെക്കാട്ടിലും സുപ്പീരിയേഴ്സ് ആണ്, എന്നെക്കാട്ടിലും വളരെ വലിയതാണ്, എന്നെക്കാട്ടിലും വളരെ സുപ്പീരിയേഴ്സ് ആണ് ഏജിലും സ്പിരിച്വാലിറ്റിയിലും എല്ലാത്തിലും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് സംസാരിച്ചതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണേ. എന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു സോ മച്ച് എവരിവൺ. Thank you.